നമ്മൾ നെഹമ്യാവ് എന്ന മനുഷ്യനെക്കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഒരു വലിയ മനുഷ്യനാണ് നെഹമ്യാവ് കേട്ടോ, വളരെ വലിയ മനുഷ്യനാണ്. അതെ, ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരാൾ നെഹമ്യാവിൻ്റെ സ്ഥാനത്തേക്ക് അത്രത്തോളം ഉയർന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇല്ലെന്നാണ് എൻ്റെ വിചാരം. അദ്ദേഹം ഒരു ഗവർണറായിരുന്നു. പേർഷ്യൻ സാമ്രാജ്യത്തിൽ 120 രാജ്യങ്ങളടങ്ങിയ, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളടങ്ങിയ ഒരു വലിയ സാമ്രാജ്യത്തിലെ ഒരു ഗവർണറായിരുന്നു. അതെ, അദ്ദേഹത്തെ പാനപാത്രവാഹകൻ എന്നൊക്കെയാണ് പറയുന്നത്. അന്നത്തെ കാലത്ത് രാജാക്കന്മാരെയും മറ്റുമൊക്കെ വധിച്ചിരുന്നത് അവർ കുടിക്കുന്ന വീഞ്ഞിലും കഴിക്കുന്ന ആഹാരത്തിലും വിഷം കൊടുത്താണ്. അപ്പം അതുകൊണ്ട് രാജാവിന് വീഞ്ഞെടുത്ത് കൊടുക്കുന്ന ജോലി ഏറ്റവും വിശ്വസ്തനായ ഒരു ഗവർണറെ ഏൽപ്പിക്കത്തുള്ളൂ, രാജാവിന് ഏറ്റവും വിശ്വാസമുള്ള. അതെ, അപ്പോൾ നെഹമ്യാവ് സാമ്രാജ്യത്തിലെ നൂറുകണക്കിന് ഗവർണർമാരിൽ ഏറ്റവും വിശ്വസ്തനായ വിശ്വാസമുള്ള ഒരു ഗവർണറായിരുന്നു. അങ്ങനെ ഒരു മനുഷ്യനാണ്. അപ്പം അങ്ങനെ ഒരു മനുഷ്യനെക്കുറിച്ച് പഠിക്കുന്ന ഒന്നാണ്. എന്തെങ്കിലുമൊക്കെ ഗുണം നമുക്കുണ്ടാകാതിരിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതെ, 587 BC ഈ ബാബിലോന്യസ് സാമ്രാജ്യം നെബൂഖദ്നേസറിൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേലിലേക്ക്, യെരൂശലേമിലേക്ക് വരികയും അവർ 3 പ്രാവശ്യമായിട്ട് വന്ന് ദൈവാലയത്തെ നശിപ്പിച്ചു. ആയിരക്കണക്കിന് യഹൂദന്മാരെ കൊന്നു. ദാനിയേൽ മുതലായവരെ പ്രവാസത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. അങ്ങനെ യെരൂശലേമിലെ ദൈവാലയം നശിപ്പിക്കപ്പെട്ടു. അതെ, അങ്ങനെ ഒരു ദൈവാലയം ഇല്ലാതെ അവരെ ഏതാണ്ട് 70 വർഷങ്ങൾ കഴിച്ചുകൂട്ടി. അപ്പോൾ യെശയ്യാപ്രവചനം 45-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിൻ്റെ അഭിഷിക്തനായ കോരശിനെക്കുറിച്ച് യെശയ്യാപ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. യിരെമ്യാപ്രവാചകനും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെ, ഈ ബാബേൽ സാമ്രാജ്യത്തിൻ്റെ കാലാവധി 75 വർഷമേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ വേഗം ജീർണിച്ചു പോയൊരു സാമ്രാജ്യമാണ്. അതിനുശേഷം പേർഷ്യക്കാർ വന്നു, സാമ്രാജ്യത്തെ പിടിച്ചടക്കി. യഹൂദന്മാർ ഏറ്റവും അധികം സ്വാതന്ത്ര്യവും സമൃദ്ധിയും അനുഭവിച്ചത് ഈ പേർഷ്യൻ സാമ്രാജ്യത്തിലാണ്. പേർഷ്യക്കാരുടെ നയം തികച്ചും വ്യത്യസ്തമാണ്. ബാബിലോൺകാരുടെ നയമെന്ന് പറഞ്ഞാൽ അടിമകളായി പിടിക്കുന്ന രാജ്യങ്ങളെ പരമാവധി ഉപദ്രവിക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ പേർഷ്യക്കാരുടെ നയം അങ്ങനെയല്ല. പിടിച്ചെടുക്കുന്നതായിരിക്കുന്ന രാജ്യങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് ഒരുപാട് സ്വാതന്ത്ര്യം അവർക്ക് കൊടുത്തിരുന്നു. കോരശ് രാജാവ് അധികാരത്തിലേക്ക് വന്നപ്പോൾ താൻ ആദ്യം ചെയ്ത കാര്യങ്ങളിലൊന്ന്, പ്രവാസികളായി വിവിധ രാജ്യങ്ങളിൽ നിന്നും വന്നിട്ടുള്ള ആളുകളെ അവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചു പോകാൻ അവർക്കിഷ്ടമുണ്ടെങ്കിൽ അനുവാദം കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു പ്രഖ്യാപനം കോരശ് ചെയ്തു. ഇത് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി മാത്രം ചെയ്ത പ്രഖ്യാപനമായിരുന്നില്ല, വിവിധ രാജ്യങ്ങളിൽ നിന്ന്. ഇവിടെ പറയുന്നത് ഇസ്രായേൽ മക്കളുടെ ചരിത്രമായതുകൊണ്ട് യഹൂദിയിൽ നിന്നും പ്രവാസികളായി വന്നവർ തിരിച്ചുപോയി ദൈവാലയം പണിയട്ടെ എന്ന് അത് അവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. 70 വർഷമാണ് ദൈവം ഇസ്രായേലിൻ്റെ പ്രവാസം അനുവദിച്ചത്. എന്തുകൊണ്ടാണ് 70 വർഷം എന്നറിയാം? ഈ 586 പിൻപോട്ടുള്ള 490 വർഷങ്ങൾ ഇസ്രായേൽ മക്കളെ ദേശത്തിന് ശാപത്ത് കൊടുത്തില്ല. ഓരോ 7 വർഷം കൂടുമ്പോഴും 1 വർഷം കൃഷി ചെയ്യാതിട്ടിരിക്കണമെന്നാണ്. അങ്ങനെയാണ് ദൈവം അവർക്ക് കൊടുത്തത്. അവിടെ ഭൂമി ശാപത്ത് അനുഭവിക്കണം. അതെ, എന്നാൽ അവരെന്ത് ചെയ്തു? ദ്രവ്യാഗികളായിരുന്നത് കൊണ്ട് അവർ കണ്ടിന്യൂസായിട്ട്, തുടർച്ചയായിട്ട് അവരൊക്കെ കൃഷി ചെയ്തു. അങ്ങനെ 490 വർഷങ്ങൾ പോയി. അപ്പോൾ 70 ശാപത്തുകൾ ഇസ്രായേൽ മക്കൾ ലംഘിച്ചു. പണം ഉണ്ടാക്കാനായിട്ട് അവരെ കണ്ടിന്യൂസ് കൃഷി ചെയ്തു. അപ്പോൾ ദൈവം പറഞ്ഞു, ശരി, നിങ്ങളുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് 70 ശാപത്തുകൾ മുടക്കി കൃഷി ചെയ്തു. ഇനി ഞാൻ എൻ്റെ പരമാധികാരം ഉപയോഗിച്ചത് ദേശത്തിൻ്റെ 70 ശാപത്തുകൾ അനുവദിക്കുകയാണ്. അതുകൊണ്ട് ദേശം അതിൻ്റെ ശാപത്ത് അനുഭവിക്കുന്നത് വരെ, അതായത് 70 വർഷങ്ങൾ കഴിയുന്നത് വരെ നിങ്ങളെ അന്യരാജ്യത്ത് പോയി നിങ്ങൾ വസിക്കും. അങ്ങനെ വസിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് 1-2 പാഠങ്ങൾ പഠിക്കാനായിട്ടിടയാകും. ഒന്ന്, ഇസ്രായേലിൻ്റെ ദൈവവും അന്യദേവന്മാരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാകും. അത് നിങ്ങൾ മനസ്സിലാകും. അതെ, അതവരെ മനസ്സിലാക്കി കൊടുത്തു. അതുപോലെ വിഗ്രഹാരാധനയുടെ
മിഥ്യാത്വം എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തു. ഇസ്രായേൽ ചരിത്രത്തെക്കുറിച്ച് പറയുന്ന ബാബേൽ പ്രവാസത്തിന് ശേഷം ഇസ്രായേൽ മക്കൾ ഒരിക്കലും വിഗ്രഹത്തെ ആരാധിച്ചിട്ടില്ലെന്നാണ്. ഒരിക്കലും. ബാബേൽ സാമ്രാജ്യത്തിൻ്റെ 7 വർഷം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു മതിയെന്ന് പറഞ്ഞു. ഇത്രയധികം ദൈവങ്ങളുണ്ടായിട്ടും നെബൂഖദ്നേസറിൻ്റെ ബാബേൽ സാമ്രാജ്യത്തെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ദൈവങ്ങളെ നാം എന്തിനാണ് സേവിക്കുന്നത്? അങ്ങനെ വിഗ്രഹാരാധനയിൽ നിന്നും ദൈവത്തിൻ്റെ ജനത്തെ ദൈവം പരിപൂർണമായിട്ട് മാറ്റി. അപ്പം ദൈവം ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരികയില്ല. എന്തോ ഒരു ദൈവമക്കളെ കൊന്നു. നെബൂഖദ്നേസർ എത്രയോ ചെറുപ്പക്കാരെയും യുവാക്കളെയും യുവതികളെയും വൃദ്ധന്മാരെയും കുഞ്ഞുങ്ങളെയും അവരെ കഴുത്ത് വെട്ടി കൊന്നു. ഇത്ര ക്രൂരമായി ദൈവാലയം ഇടിച്ചു കളഞ്ഞു. അതിലെ ഉപകരണങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയി. എല്ലാം ചെയ്തു. ദൈവം എന്താ അങ്ങനെ ചെയ്തത്? ചില സമയങ്ങളിൽ നമ്മളെ ഒരു പാഠം പഠിപ്പിക്കാനായിട്ട് ദൈവത്തെ ചില കടുംകൈകൾ ചെയ്തെങ്കിലേ സാധിക്കൂ. കുറച്ചൊന്നും കൊണ്ടും നമ്മൾ പാഠം പഠിക്കുകയില്ല. അങ്ങനെയൊന്നും പറഞ്ഞാൽ നമ്മൾ പാഠം പഠിക്കുന്ന ആളുകളല്ല. നമുക്കറിയാം, നമ്മളൊക്കെ കുഞ്ഞുങ്ങളായിട്ട് ചെറുപ്പക്കാരായിട്ട് വളർന്നല്ല ഈ പ്രായത്തിലെത്തിയത്. നമ്മുടെ പേരൻസ് പറയുന്നതും ടീച്ചേഴ്സ് പറയുന്നതുമായിരിക്കുന്ന കാര്യങ്ങൾ ഒരു പ്രാവശ്യം പറഞ്ഞാൽ 2 പ്രാവശ്യം കേൾക്കുന്ന സ്വഭാവം നമുക്കുണ്ടായിരുന്നോ? ഇല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ അപ്പച്ചൻ 1 പ്രാവശ്യം പറഞ്ഞാൽ ഞാൻ 9 പ്രാവശ്യം കേൾക്കുമായിരുന്നു. അങ്ങനെ കേൾക്കാതിരുന്ന സമയങ്ങളിൽ അപ്പച്ചനത് 9 പ്രാവശ്യം കേൾപ്പിച്ചിട്ടുമുണ്ടായിരുന്നു. അന്നത്തെ കാലത്തിൻ്റെ തുടയെണ്ണി നോക്കിയാൽ അവിടെ തടിച്ചു വന്ന അടിയുടെ പാടുകൾ നോക്കിയാൽ ഒരു 40-50 ഒക്കെ കാണും. നന്നായിട്ട് കിട്ടി. അതൊക്കെ ഓർത്തിപ്പോൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. കാരണം അതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാനിങ്ങനെയൊന്നും ആവില്ലായിരുന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെ എല്ലാവരും നല്ല കുട്ടിയായിട്ടാണ് വിചാരിച്ചിരുന്നത്. അപ്പച്ചൻ അടിക്കത്തക്ക തെറ്റൊന്നും ഞാൻ ചെയ്യില്ലെന്ന് അവർ വിചാരിച്ചിരുന്നത്. പക്ഷേ അപ്പച്ചൻ ഒരു കാര്യം മനസ്സിലായിരുന്നു, അപ്പച്ചൻ്റെ മകനാണ് ഞാനും പാപം ചെയ്യും. കാരണം അപ്പച്ചൻ പാപം ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പാപം ചെയ്യാതിരിക്കുമോ? അതുകൊണ്ട് എൻ്റെ ചെറിയ ചെറിയ പാപങ്ങളൊക്കെ അപ്പച്ചൻ കണ്ടുപിടിച്ച് വേണ്ടവണ്ണം അതിന് പരിഹാരം അതാത് സമയങ്ങളിൽ വരുത്തിയിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഇസ്രായേലിൻ്റെ പാപങ്ങൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിലാണ്. ദൈവം അത് കണ്ടുപിടിച്ച് പരിഹാരം വരുത്തി. ചില സമയങ്ങളിൽ നമ്മൾ വളരെ സൂക്ഷിച്ച് കുറ്റം ചെയ്യും. വളരെ സൂക്ഷിച്ച്. ആരും കാണുകയില്ലെന്ന് വിചാരിച്ച്, സ്വർഗത്തിലെ ദൈവം പോലും കാണുകയില്ലെന്ന് വിചാരിച്ചല്ലേ. പക്ഷേ ദൈവം തമ്പുരാൻ അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഞാനിതെല്ലാം കാണുന്നുണ്ട് മക്കളെ. ഞാനിത് മാത്രമല്ല കണ്ടത്, നീ മരിക്കുന്നത് വരെ ചെയ്യാൻ ചിന്തിക്കുന്നതായിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കണ്ടുകൊണ്ടായിരിക്കുന്നത്. അതെ, ഇസ്രായേലിന് അപ്പോൾ വലിയ ഒരു പാഠമായിരുന്നു ഈ ബാബിലോന്യ പ്രവാസം എന്ന് പറയുന്നത്. അതെ, രസകരമായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ കോരശ് രാജാവ് വന്ന് പ്രഖ്യാപനം നടത്തി, യഹൂദ പ്രവാസികളെ തിരിച്ച് രാജ്യത്തേക്ക് പോകാൻ ഉള്ള രാജ്യസ്നേഹികളായിരിക്കുന്ന ദൈവസ്നേഹികളായിരിക്കുന്ന ആളുകൾക്കൊക്കെ പോകാമെന്ന് പറഞ്ഞപ്പോൾ എത്ര പേര് പോകുന്നറിയാമോ? 50,000 ആളുകളെ പോകുന്നുള്ളൂ. ബാക്കിയുള്ളവർ അവർ പറഞ്ഞ് ഇനിയിപ്പോൾ ആരെന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് ഇവിടെ നല്ലൊരു ബിസിനസ്സുമൊക്കെ എസ്റ്റാബ്ലിഷ്ഡായി, കുറച്ച് ഭൂമിയൊക്കെ വാങ്ങി, തോട്ടങ്ങളൊക്കെ ആയി, ഞങ്ങൾ പോകുന്നില്ലെന്ന് പറഞ്ഞു. കോരശ് അതിശയിച്ച് കാണുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താ? സ്വദേശത്തേക്ക് മടങ്ങാൻ അനുവാദം കൊടുത്തിട്ട് എന്ന് മാത്രമല്ല, ഇവിടെ സമ്പാദിച്ച സ്വത്ത് നിങ്ങൾ എടുത്തുകൊണ്ട് പോകൂ എന്ന് പറഞ്ഞിട്ട് പോകാൻ താല്പര്യമില്ലാത്ത ആളുകൾ. അതെ, ഈ നമ്മളും പേർഷ്യക്കാരും ഒക്കെ ഒരേ ഇനത്തിൽപ്പെട്ടവരായിരുന്നു. ചിലപ്പോൾ ഞാനങ്ങ് വിചാരിക്കും നമ്മൾക്ക് ഒരേ ഇനത്തിൽ. കാരണം നമ്മളും അങ്ങനെയാണ്. നമ്മുടെ ആളുകളോട് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചു പോകാൻ പറഞ്ഞാൽ അവർ പോരുമോ? ഇനിയിപ്പോൾ പേർഷ്യയിൽ പോരാൻ പറഞ്ഞാൽ പോരുമോ? അവിടെ നമുക്ക് പൗരത്വമൊന്നും കിട്ടുകയില്ല, പോരുകയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കന്നിനെ കയം കാണിക്കരുത് പറഞ്ഞ പോലെ ദ്രവ്യാഗ്രഹികളായ മനുഷ്യരെ പണം ഉണ്ടാക്കാനുള്ള വഴികൾ കാണിച്ചു കൊടുത്താൽ പിന്നെ അവർ പോരുകയില്ല. പിന്നെ പോകുന്നവരാരാ? ദൈവാലയത്തെക്കുറിച്ച് ചിന്തയുണ്ടായിരുന്നവരും സത്യദൈവത്തെ ആരാധിക്കണമെന്ന് ആഗ്രഹിച്ചവരും ദൈവം വാഗ്ദത്തം ചെയ്ത അബ്രഹാമിന് കൊടുത്തതായിരിക്കുന്ന രാജ്യം നമ്മുടേതാണ്, അത് നമുക്ക് തന്നെ വേണമെന്ന് ആഗ്രഹിച്ചവരും ദൈവഭക്തരായ ആളുകൾ, അവർ മാത്രമാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ അതിപ്രധാനിയായ ഒരു മനുഷ്യനായിരുന്നു ഈ നെഹമ്യാവ് എന്ന് പറയുന്ന മനുഷ്യനെ. അതെ, തൻ്റെ നേതൃത്വത്തിലാണ് ഒരു പറ്റം ആളുകൾ പോകുന്നത്. ഒരു അസാധാരണ മനുഷ്യനാണ്. അതും ബാബിലോൺ പേർഷ്യൻ സാമ്രാജ്യത്തെ ഒരു ഗവർണറായിരുന്ന മനുഷ്യൻ എന്തോ ഒരു സുഖമായിട്ട് അവിടെ ജീവിച്ചത്. അതെല്ലാം കളഞ്ഞിട്ട് മതിൽ പണിയാനെന്നും പറഞ്ഞ് മേസരിയായിട്ട് അല്ലെങ്കിൽ അതെല്ലാം ജോലി ചെയ്യുന്നത് എന്താണ്? എൻ്റെ പിതാക്കന്മാരുടെ കല്ലറയെ ഒന്ന് പണിയണം, പുതുക്കി പണിയണം, പിന്നെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നതായിരിക്കുന്ന രാജ്യത്തിൻ്റെ മതിലുകളൊക്കെ പണിയണം. ഞാൻ പറഞ്ഞു, ഏത് ഭൂഷണമാണ് അതിന് വീട്ടിൽ പോരുന്നത്?
ഇത്രയും ഉയർന്ന ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ഒരു രാജാവ് ചോദിക്കുക, നെഹമ്യാവേ നിനക്കൊരു ഓപ്ഷൻ തരാം, എന്താണ്? നിനക്കൊരു മതിൽ പണിയാൻ മേശരിയായിട്ട് പോവാം, അല്ലെ ഇവിടെ ഗവർണറായിട്ട് തുടരാം എന്ന് പറഞ്ഞാൽ ഞാൻ മേശരിയായിട്ട് പൊക്കോളാമെന്ന് പറയുന്ന മനുഷ്യനാര്? അതെ, താൻ പോകുന്നത് മേശരിയായിട്ടല്ല, യഹൂദയിലെ ഗവർണറായിട്ട് തന്നെയാണ് പോകുന്നത്. എങ്കിലും തന്നെ ജോലി എന്താണ്? രാജ്യഭരണമല്ല, മതിൽ പടി എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെ ആ മുഖവുര തന്നെ എന്താണ് കാണിക്കുന്നത് ചോദിച്ചാൽ, ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഈ നെഹമ്യാവ് എന്ന് പറഞ്ഞ മനുഷ്യൻ ഒരു അസാധാരണ മനുഷ്യനാണ്, ഒരു അസാധാരണ മനുഷ്യനാണ്. ദൈവിക കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മനുഷ്യനാണ്. അതെ, അങ്ങനെയുള്ളവരെയാണ് ദൈവം ഇന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നെഹമ്യാവിൻ്റെ പുസ്തകത്തിൻ്റെ പഠനം നമുക്കൊരു പ്രചോദനമായിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അതെ, കോരശ് രാജാവ് ദൈവത്തിൻ്റെ അഭിഷിക്തൻ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നത്. യെശയ്യാവ് 45:1 അഭിഷക്തൻ എന്ന പദം വളരെ കുറച്ച് ആളുകൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളൂ. പുരോഹിതന്മാർക്ക് വേണ്ടിയും പ്രവാചകന്മാർക്ക് വേണ്ടിയും ഒക്കെ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. യെരുശലേമിലെ ഇസ്രായേലിലെ രാജാക്കന്മാർക്ക് വേണ്ടിയൊക്കെയാണ്. ഒരു അന്യജാതിക്കാരന് വേണ്ടി അഭിഷക്തൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹത്തിന് വേണ്ടി മാത്രമേ ഉള്ളൂ വാസ്തവത്തിൽ. അതെ, അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ രാജ്യമാണല്ലോ ഏറ്റവും ദൈവത്തിൻ്റെ പരിപാടി. ദൈവരാജ്യത്തിന് മൂന്ന് വശങ്ങളുണ്ട്. ഒന്നതിൻ്റെ ആത്മീക വശമാണ്. രക്ഷിക്കപ്പെട്ട് ദൈവമക്കൾ മാത്രം അടങ്ങുന്ന ഒരു രാജ്യം, സമൂഹം, അതാണ് ഇതിൻ്റെ ആത്മീക രാജ്യം എന്ന് പറയുന്നത്. അതെ, ഒരുപക്ഷെ പഴയ നിയമകാലത്ത് രക്ഷിക്കപ്പെട്ട ഇസ്രായേൽ മക്കളും ഇന്ന് രക്ഷിക്കപ്പെട്ട് സഭാംഗങ്ങളായിരിക്കുന്ന നമ്മളുമാണ് ആത്മീക രാജ്യത്തിലെ പ്രജകളെന്ന് പറയുന്നത്. അതെ, രണ്ടാമതൊന്നുള്ളതാണ് ഭൗതിക രാജ്യം. ഇസ്രായേൽ മക്കൾ എപ്പോഴും അതിനുവേണ്ടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, എൻ്റെ രാജ്യം വരണമേ. ഇസ്രായേൽ 1000 വർഷങ്ങൾ നീളുന്നതായിരിക്കുന്ന ഒരു രാജ്യം കർത്താവ് സ്ഥാപിക്കും. ദാവീദിനെ അതിൻ്റെ രാജാവായി വെക്കും. കർത്താവ് സർവാധികാരി, രാജാതിരാജാവും കർത്താവുമായി സകലത്തിൻ്റെയും മീതെയായിരിക്കും. അപ്പോൾ അതിനുവേണ്ടിയാണ് യഹൂദം കാത്തുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ ഈ കോരശ് രാജാവിനെ എവിടെ അഭിഷക്തനായിട്ട് കൊണ്ടിരുന്നത്? ദൈവത്തിന് മൂന്നാമത് ഈ രാജ്യത്തിൻ്റെ ഒരു വശമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ധാർമ്മിക രാജ്യമാണ്. ദൈവം നൽകിയതായിരിക്കുന്ന 10 കൽപ്പനകളുടെ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു ജനതതി 10 കൽപ്പനകളുടെ അന്തസ്സത്ത, പ്രത്യേകിച്ച് അവസാനത്തെ 6 കൽപ്പനകളുടെ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നതായിരിക്കുന്ന ഒരു ജനതതി. അതാണ് ദ മോറൽ കിങ്ഡം എന്ന് പറയും. അപ്പോൾ ഈ കോരശ് രാജാവ് ആ മോറൽ കിങ്ഡത്തിൻ്റെ രാജാവായിരുന്നു. അതെ, അതുകൊണ്ടാണ് അദ്ദേഹം രാജഭരണം ഏറ്റെടുത്ത ഉടനെ തന്നെ അദ്ദേഹം പറയുന്നത് എന്താണ്? നിങ്ങൾ സ്വർഗത്തിലെ ദൈവത്തിന് ആലയം പണിയണം, എന്നിട്ട് യാഗം കഴിക്കണം, എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥന കഴിക്കണമെന്നാണ് പറഞ്ഞത്. പ്രാർത്ഥന കഴിക്കണമെന്നാണ് പറഞ്ഞത്. ഈ മനുഷ്യൻ അധികം കാലമൊന്നും ജീവിച്ചിരുന്നില്ല. അദ്ദേഹം വളരെ ചുരുക്കം കാലമേ ജീവിച്ചിരുന്നുള്ളൂ. ഏതാണ്ട് 9 വർഷമാണ് ആ മനുഷ്യൻ ജീവിച്ചത്. വെറും 9 വർഷങ്ങൾ മാത്രമാണ് ജീവിച്ചത്. പക്ഷേ ആ 9 വർഷം കൊണ്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്തു. ദൈവത്തിൻ്റെ ഒരു രാജാവായിരുന്നു. അങ്ങനെ രാജാക്കന്മാരുണ്ടായിരുന്നു. നെക്കോ എന്ന് പറഞ്ഞൊരു ഫറവോനുണ്ടായിരുന്നു, ഇല്ലേ? ഓർക്കുന്നുണ്ടോ? യോശിയ രാജാവിനെ കൊന്ന നെക്കോ കർക്കമീശിലേക്ക് യുദ്ധത്തിന് പോകുന്നതായിരിക്കുന്ന സമയത്ത് യോശുവ ഇസ്രായേലിലെ ഏറ്റവും ഭക്തനായ യഹൂദയിലെ രാജാവായിരുന്നു. ഈ രാജാവിനോട് എതിർക്കാനായിട്ട് ചെന്നുടനെ നെക്കോ എന്താ പറഞ്ഞത്? യോശുവാവേ, എനിക്ക് നിന്നോട് യുദ്ധത്തില്ല. നിൻ്റെ ദൈവമായ യഹോവ എന്നോട് പറഞ്ഞത് കർക്കമീശിനെ പോയി ആക്രമിക്കാനാണ്, നീ വെറുതെ ഇടപെടരുതെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ പറയുന്നത്, നെക്കോ പറഞ്ഞ യഹോവയുടെ വചനം ധിക്കരിച്ചുകൊണ്ട് യുദ്ധത്തിന് ചെന്നു, അവനോട് കൊല്ലപ്പെട്ടു. കാരണം ദൈവത്തിൻ്റെ മോറൽ രാജ്യത്തിൻ്റെ രാജാവായിട്ടാണ് ദൈവം നെക്കോയെ വെച്ചിരുന്നത്. ആ രാജ്യത്തിൻ്റെ കൽപ്പന ലംഘിച്ചത് വേറെ ഇനിയിപ്പോൾ എത്ര നല്ല രാജാവായാലും അവൻ വധിക്കപ്പെടും. അങ്ങനെ അപ്പോൾ ദൈവത്തിന് എന്നും അങ്ങനെയുണ്ട്. 10 കൽപ്പനകളിൽ അധിഷ്ഠിതമായിരിക്കുന്ന രാജ്യം. ഒരു കാലത്ത് യൂറോപ്പും അമേരിക്കയും ഒക്കെ മോറൽ കിങ്ഡത്തിൻ്റെ ഭാഗമായിരുന്നു. ഇന്ന് സാത്താൻ്റെ കിങ്ഡത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. എന്ന് പറഞ്ഞാൽ സത്യസന്ധതയും നീതിയും അതുപോലെ ധാർമ്മികതയും ആത്മീക സ്വാതന്ത്ര്യവും ദൈവാരാധനയ്ക്കും ഒക്കെ പ്രാധാന്യം കൊടുത്താണ് യൂറോപ്യൻകാരും അമേരിക്കക്കാരും ജീവിച്ചിരുന്നത്. അതുകൊണ്ട് അതിനെ ക്രിസ്തീയ രാജ്യങ്ങളെന്ന് പറയുന്നത്. ഇന്നതിനെ വല്ലതും ക്രിസ്തീയ രാജ്യം എന്ന് പറയാനൊക്കെ ഇന്ന് അവിടെ സാത്താൻ്റെ ഇഷ്ടമാണ് നടക്കുന്നത്. കേരളത്തിനെ ദൈവം ഇത്രയും അനുഗ്രഹിക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ, കേരളം ഒരിക്കലും ഒരു മോറൽ കിങ്ഡത്തിലായിരുന്നില്ലെങ്കിൽ ഞാൻ പറയും അതിൻ്റെ അയൽവക്കത്തൊക്കെ വന്നതാണ്. കാരണം ക്രിസ്ത്യാനികളുടെ സ്വാധീനം കൊണ്ട് കേരളത്തിൽ ഒരു കാലത്ത് ധാർമ്മികതയ്ക്ക് നാം ഇന്നുള്ളതിനേക്കാളൊക്കെ വളരെ കൂടുതലുണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിലെ ഹിന്ദുക്കളൊക്കെ പറയുന്നൊരു വാക്കുണ്ടായിരുന്നു, എൻ്റെ കുഞ്ഞെ ദൈവദോഷം പറയരുതെന്ന്.
ഇപ്പോൾ അതൊന്നും കേൾക്കുന്നില്ല, ദൈവദോഷം എന്ന് പറഞ്ഞാൽ അന്നത്തെ ആളുകൾക്ക് ദൈവമുണ്ടെന്നും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല, ചെയ്യാൻ പാടില്ല എന്നൊരു ബോധം അവർക്ക് ഉണ്ടായിരുന്നു. ഇന്നതൊന്നുമില്ല. മോറൽ കിങ്ഡമൊക്കെ പോയി. അവിടെ ഇവിടെയൊക്കെ വളരെ ചുരുക്കം രാജ്യങ്ങളെ മാത്രമേ ഇന്ന് ദൈവത്തിൻ്റെ മോറൽ കിങ്ഡം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതെ, നാം എല്ലാവരും ദൈവത്തിൻ്റെ ആത്മീക കിങ്ഡത്തിൻ്റെ പ്രജകളാണ്. ദൈവം സ്ഥാപിക്കാൻ പോകുന്നതായിരിക്കുന്ന ഭൗതിക രാജ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്നവരാണ് യഹൂദന്മാർ മാത്രമല്ല നാം ഏവരും. കാരണം യഹൂദന്മാർ ഇസ്രയേൽ കേന്ദ്രമായുള്ള ഒരു രാജ്യമാണ് അവർ പ്രതീക്ഷിക്കുന്നതെങ്കിൽ വിശ്വാസികളായ നാം പ്രതീക്ഷിക്കുന്നതല്ല. സാർവത്രികമായി ലോകത്തിൽ മുഴുവനും 1000 വർഷം നമ്മുടെ കർത്താവ് രാജാതിരാജാവും കർത്താവുമായി സ്ഥാപിക്കുന്ന ഒരു രാജ്യമുണ്ട്. ആ രാജ്യത്തിൻ്റെ ഉള്ളിലെ ഒരു ചെറിയ രാജ്യമാണ് മറ്റേതെന്ന് പറയുന്നത്. അപ്പോൾ ആ രാജ്യം പ്രതീക്ഷിച്ചുകൊണ്ടാണ് നാം ഇരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും. അതൊക്കെ സിലബസിലില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞത്. നിങ്ങളതിന് പ്രത്യേകം കാശൊന്നും തരണ്ട കേട്ടോ. എങ്കിലും നിങ്ങൾക്ക് പ്രയോജനമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ കോരശിൻ്റെ വിളംബരം ഉണ്ടായതിനെ തുടർന്ന് സെരുബാബേൽ, ശേഷ്ബസർ മുതലായവരുടെ നേതൃത്വത്തിൽ 50,000-ഓളം വരുന്ന ഒരു ജനസമൂഹം യഹൂദയിലേക്ക് യാത്രയായി. ഇത് എസ്രായുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 64-65 വാക്യങ്ങൾ നമുക്ക് വായിക്കാവുന്നതാണ്. അവിടേക്ക് നാം പോയി വായിക്കുന്നില്ല. പ്രവാസത്തിൽ നിന്ന് മടങ്ങിയവർക്ക് നേതൃത്വം കൊടുത്തത് സെരുബാബേലും പ്രഭുവായിരുന്ന ശേഷ്ബസറുമായിരുന്നു. അന്ന് ഗവർണറായിരുന്ന ശേഷ്ബസറായിരുന്നു. അവർ യഹൂദയിലെത്തിയ ശേഷം ദൈവാലയത്തിൻ്റെ പണി 537 BC ആരംഭിച്ചു. പക്ഷേ ശത്രുക്കളുടെ എതിർപ്പുണ്ടായതുകൊണ്ട് ഏതാണ്ട് 20 വർഷത്തേക്ക് ആ പണിയും മുടങ്ങിക്കിടക്കേണ്ടത് ആവശ്യമായി വന്നു. അതിനുശേഷം ആ പണി വീണ്ടും ആരംഭിച്ചു. നമുക്കറിയാം, ദൈവം അയച്ചതായിരിക്കുന്ന പ്രവാചകന്മാർ എഴുന്നേൽക്കുകയും അവർ പ്രവചിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ദൈവജനം ധൈര്യം പ്രാപിച്ച് വീണ്ടും പണി തുടങ്ങി. 458 BC എസ്രാ ശാസ്ത്രി വേറൊരു രണ്ടാമതൊരു സംഘം യഹൂദന്മാരുമായി യെരൂശലേമിലേക്ക് വന്നതായിട്ട് നമുക്ക് എസ്രായുടെ പുസ്തകത്തിൽ അറിയാം. പിന്നെ മൂന്നാമത് വന്നതാണ് ഈ നെഹമ്യാവിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്, ഈ പേർഷ്യക്കാർക്ക് ഈ യഹൂദന്മാരോട് ഇത്ര താല്പര്യം കാണേണ്ട കാര്യം എന്താ? ഇത്രയും താല്പര്യം കാണിക്കേണ്ടത് അവിടെ ദൈവാലയം പണിയണമെന്നും നിങ്ങൾ പോകാനുമൊക്കെ പറഞ്ഞതിൻ്റെ കാര്യം ഞാൻ വിചാരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്, അത് ദൈവത്തിൻ്റെ സർവാധികാര പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. പേർഷ്യക്കാർക്ക് ഇഷ്ടമായതുകൊണ്ടല്ല, പേർഷ്യക്കാരെ കൊണ്ട് ദൈവം ഇഷ്ടപ്പെടുത്തി ജയിച്ചതാണ്. അങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമല്ലോ. ദൈവത്തിന് ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ നമ്മൾ അറിയാതെ തന്നെ ചെയ്തു പോകും. കാരണം നമുക്കിഷ്ടം ഉണ്ടായിട്ടല്ല, പക്ഷേ ദൈവം എന്നോട് പറഞ്ഞ് ഞാനങ്ങ് ചെയ്തു എന്ന് പറയുന്നതായിരിക്കും നിലയിൽ ദൈവം സാഹചര്യങ്ങൾ ഒരുക്കി അങ്ങനെയൊക്കെ ചെയ്യിക്കും. അത് അവരെ കൊണ്ട് അങ്ങനെ ജയിച്ചതാണ്. എന്നാൽ രണ്ടാമത്, ഈ യഹൂദയുടെ തന്ത്രപ്രധാനമായ സ്ഥാനം ഈജിപ്റ്റുമായി അതിൽ പങ്കുവയ്ക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന യഹൂദ. അപ്പോൾ ഈജിപ്റ്റ് അന്നത്തെ കാലത്തെ, മിസ്രൈം അന്നത്തെ കാലത്തെ ഏറ്റവും ശക്തമായ രാജ്യമായിരുന്നു. ഈ ബാബിലോൺകാരൊക്കെ വന്നെങ്കിലും അവർക്ക് ഈജിപ്റ്റിനെ കയറി ആദ്യമൊന്നും ആക്രമിച്ചില്ല. ഏറ്റവും ഒടുവിലാണ് ഈജിപ്റ്റിനെ പണി ചെയ്തത്. അതിനെക്കുറിച്ച് പറഞ്ഞത്, ഈജിപ്റ്റിനെ പണി ചെയ്തിട്ട് ഒന്നും കിട്ടിയില്ലെന്നാണ് പറഞ്ഞത്. അവർക്ക് ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് വേറെ ചില രാജ്യങ്ങളെ ആക്രമിച്ച് എടുത്തോളാൻ പറഞ്ഞു കൂലി. ഈജിപ്റ്റ് വലിയ ശക്തമായ രാജ്യമായിരുന്നു. അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ, യഹൂദ ഈജിപ്റ്റിൻ്റെ അടുത്തായതുകൊണ്ട് ഒരു പേർഷ്യൻ മിലിറ്ററി സെൻറ്റർ യഹൂദയിൽ സ്ഥാപിക്കാനായിട്ട് അവർക്ക് എന്നും താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സ്ഥാപിക്കണമെങ്കിൽ അതിന് യഹൂദന്മാരെ സന്തോഷിപ്പിച്ചെങ്കിലേ ഒക്കൂ. അമേരിക്ക ഈ ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ, ഭൂഖണ്ഡം എന്നൊരു ഇന്ത്യ എന്ന് പേരുള്ള ഒരു ഭൂഖണ്ഡം ഉണ്ടോ എന്ന് ചോദിച്ചേക്കരുത്, അത് ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ ഭാഗമാണെന്നറിയില്ല. ഈ സബ് കോണ്ടിനെൻ്റ് എന്ന് പറയും. അവിടെ അവരുടെ ഒരു സൈനിക താവളം വേണമെന്ന് എന്നും ആഗ്രഹമുണ്ട്. പാകിസ്ഥാനെ അവർ കൂട്ടുപിടിച്ച് പെഷാവറിൽ അതുണ്ടാക്കിയത് അതുകൊണ്ടാണ്. ഇന്ത്യ സംബന്ധിച്ചിരുന്നെങ്കിൽ ഇന്ത്യയിൽ അവർ വലിയൊരു താവളം സ്ഥാപിച്ചതിനെയും എയർഫോഴ്സ് സെൻറ്ററും നേവി സെൻറ്ററും എല്ലാം സ്ഥാപിച്ചതിനെയും. കാരണം ഈ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് ഒരു യുദ്ധം വന്നാൽ ഏറ്റവും പെട്ടെന്ന് മിസൈൽ അയക്കാനും വിമാനങ്ങൾ അയക്കാനും കപ്പൽ അയക്കാനും പറ്റിയ ഒരു സ്ഥലം വേണം. അമേരിക്കയിൽ നിന്ന് ഇവിടെ വരണമെങ്കിൽ അപ്പോഴത്തേക്ക് ഇവിടുത്തെ യുദ്ധം കഴിയും. അപ്പോൾ അവർക്ക് ഇവിടെ വേണം എന്ന് പറഞ്ഞ പോലെ പേർഷ്യക്കാർക്ക് ഈ മിസ്രൈമിനടുത്ത് ഒരു മിലിറ്ററി സെൻറ്റർ വേണം. അതിന് ഇസ്രായേൽ മക്കളെ തൃപ്തിപ്പെടുത്തിയെങ്കിൽ മാത്രമേ അത് സാധിക്കൂ എന്ന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ പോയി ദൈവാലയമൊക്കെ പണിതു, ഞങ്ങൾ പുറകെ വന്ന് നിങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയൊക്കെ ചെയ്തോളാമെന്നൊക്കെ പറഞ്ഞു. മൂന്നാമത്, പാലസ്തീനിലെ യഹൂദന്മാരുടെ പ്രീതിയും പിന്തുണയും ലഭിക്കുവാൻ അവരെ പ്രീതിപ്പിടിക്കേണ്ട ആവശ്യമായിരുന്നു. അതിൻ്റെ മതമാണ് ഏറ്റവും പ്രധാനം. യഹൂദന് ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞാൽ അവൻ്റെ മതമാണ്. യഹോവ, ദൈവാലയം, യാഗം, പുരോഹിതൻ, ഇതൊക്കെയാണ്.
അപ്പോൾ അതുകൊണ്ട് ദൈവാലയം പണിയുവാനും പൗരോഹിത്യം പുനഃസ്ഥാപിക്കുവാനും ദൈവാലയത്തിലെ ഉപകരണങ്ങളിൻ്റെ സ്ഥാനത്ത് വെക്കുവാനും യാഗം കഴിക്കുവാനും ഒക്കെ ഒരു അനുവാദം കൊടുത്താൽ യഹൂദനെ സംബന്ധിച്ചിടത്തോളം സന്തോഷമായി. അപ്പോൾ യഹൂദനെ പ്രസാദിപ്പിച്ച് പേർഷ്യക്കാരുടെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശമാണ്. അപ്പോൾ കോരശ് രാജാവിനെ ദൈവം എഴുന്നേൽപ്പിച്ചവനാണ്, തന്നെ കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നുള്ളത് അതിശയകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ എസ്രാ നെഹമ്യാവിൻ്റെ പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈ കാര്യങ്ങളൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അവിടെ പറഞ്ഞിട്ടില്ല, നിങ്ങളാരും കണ്ടിട്ടുമില്ല. ഞാൻ അവിടെ നിന്നല്ല വായിച്ചത്, അതൊക്കെ വായിച്ച ചരിത്രത്തിൻ്റെ ഭാഗങ്ങളാണ്. ചരിത്ര പുസ്തകങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളതായിരിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ഈ ദൈവവചനത്തിലെ പ്രമാണങ്ങളെ അവഗണിച്ചുകൊണ്ടും ലംഘിച്ചുകൊണ്ടും ജീവിക്കുന്നത് ആപത്താണ് എന്ന് നമ്മെ എല്ലാം പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ബാബേൽ പ്രവാസം എന്ന് പറയുന്നത്. 490 വർഷങ്ങൾ ശാബത്ത് ലംഘിച്ച് തുടർച്ചയായിട്ട് കൃഷി ചെയ്തു, ദേശത്തിന് ശാബത്ത് കൊടുക്കാതെ. 70 വർഷം കാലിയായിടേണ്ട ഭൂമി കാലിയാക്കാതെ. അപ്പോൾ ദൈവം എന്ത് പറഞ്ഞു? നിങ്ങൾക്ക് സുരക്ഷിതമായി എൻ്റെ പ്രമാണങ്ങൾ ലംഘിച്ചെന്നും ജീവിക്കാൻ സാധിക്കില്ല. അങ്ങനെ ആരും വിചാരിക്കരുത്. കുറച്ച് കാലത്തേക്കൊക്കെ ജയിച്ചെന്ന് വരുമ്പോഴേന്നും ജയിക്കില്ല കേട്ടോ. സൗരന്മാരെ ഞാനത് പറയാം. ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ ലംഘിച്ച് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ മക്കളുടെ കാലത്തോ അതിൻ്റെ ശിക്ഷ അനുഭവിക്കുകയും പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുകയും ചെയ്യേണ്ടതായി വരും എന്നുള്ള കാര്യം ദൈവം നമ്മെ എല്ലാം ഓർമ്മിപ്പിക്കുകയാണ്. ആളുകൾ വിചാരിക്കുന്ന തെറ്റുകളെ ഉടനടി ശിക്ഷിച്ചില്ലെങ്കിൽ അത് ദൈവത്തിന് ആ കാര്യത്തിലൊന്നും താല്പര്യമില്ല. ദൈവം മറ്റു കാര്യങ്ങളിൽ ബിസി ആയതുകൊണ്ടാണ്. അത് വെറുതെ ആകട്ടോ. നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ദൈവം ഉടനടി ആകാശത്ത് നിന്ന് ഇടി മുഴക്കി അല്ലെ മിന്നലയച്ച് നമ്മളെ കൊല്ലിക്കാത്തതും ഉടനെ തന്നെ രാജവെമ്പാല അയച്ച് നമ്മളെ കളിപ്പിക്കാത്തതും ദൈവത്തിന് അതിന് കഴിവില്ലാത്തതുകൊണ്ടല്ല. പിന്നെ ദൈവത്തിൻ്റെ ഒരു പ്രവർത്തന ശൈലിയുണ്ട്. സൈലൻസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ ഒരു വലിയ വിഷയമുണ്ട്. ദൈവത്തിൻ്റെ നിശബ്ദത. മലാഖിക്കും യോഹന്നാ ശാവുവിനും ഇടയിൽ 400 വർഷക്കാലം ദൈവം ഇസ്രായേലിനോട് സംസാരിച്ചില്ല. ദാറ്റ് ഈസ് എ സൈലൻസ് ഓഫ് ഗോഡ്. ദൈവം സംസാരിച്ചില്ല. അതെ, ഈ സിംഹം കിടന്നുറങ്ങുമ്പം സിംഹത്തിന് ചുറ്റും എലികളും അണ്ണാനും ഒക്കെ കയറി ഇറങ്ങി ചാടി ശല്യമൊക്കെ ഉണ്ടാക്കും. ഓരോ പ്രാവശ്യവും അണ്ണാൻ എൻ്റെ പുറത്ത് കയറുമ്പോൾ സിംഹം എഴുന്നേറ്റ് എന്നാ വാടാ എന്ന് വലിയൊന്നും വിളിക്കില്ല. കുറേ എണ്ണം അങ്ങനെ കുറേ നേരം ഒക്കെ കഴിഞ്ഞിട്ട് സിംഹം സട കൊടുന്നൊന്ന് എഴുന്നേറ്റിട്ട് ഒരടി എവിടെ അതല്ല അവിടെ ചത്തി കിടക്കും എന്ന് പറഞ്ഞ പോലെയാണ് ദൈവം. നമ്മൾ ഓരോ പ്രാവശ്യവും തെറ്റ് ചെയ്യുമ്പം നമ്മളെ അങ്ങനെ ശിക്ഷിക്കുന്നവനല്ല. ദൈവത്തിൻ്റെ ശൈലിയല്ല. ദൈവത്തിന് അങ്ങനെ ആയിരുന്നെങ്കിൽ ആശ്വാസമായിരുന്നു ഞാൻ പറഞ്ഞതിന്. കാരണം ഞാൻ ചെയ്ത ഓരോ ചെറിയ തെറ്റിനും ഓരോ അടി അന്നേരം തന്നിരുന്നെങ്കിൽ ഈ തെറ്റെല്ലാം കൂടെ കൂട്ടി വെച്ച് ഇത്രയും അതിന് ശേഷമുള്ള അടി ഓർക്കുമ്പം പേടിയെന്ന് പറയുന്നത് അത് ഭയങ്കരമാണ്. അപ്പോൾ നിങ്ങളും അക്കാര്യം ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ദൈവം തെറ്റുകളെ ഉടനടി ശിക്ഷിക്കാത്തത് ദൈവം കാണാത്തത് കൊണ്ടല്ല, നാം ചെയ്യുന്ന തെറ്റുകളെ ദൈവം അംഗീകരിക്കുന്നത് കൊണ്ടുമല്ല. ദൈവത്തിൻ്റെ സൈലൻസ് എന്ന് പറഞ്ഞ ഒരു പ്രമാണമുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ദൈവം അറിയാതെ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിലില്ല. ദൈവത്തിനിടയിൽ നടക്കുന്നില്ലല്ലോ. ഏത് സംഭവം, എല്ലാ സംഭവങ്ങളെയും ദൈവത്തിനറിയാം. ദൈവം അറിയാത്ത ഒന്നുമില്ല. നമ്മൾ എത്ര രഹസ്യമായി ചെയ്ത കാര്യങ്ങളും ദൈവത്തിനറിയാം. എന്തിനാ അതേക്കുറിച്ച് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്? ദൂരത്ത് നിന്ന് എൻ്റെ ഹൃദയത്തിലെ ചിന്തകൾ പോലും അറിയുന്നതാണ്. ഞാനൊരു കാര്യം ചിന്തിക്കാൻ പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ പറയാറുണ്ടല്ലോ, നീ മനസ്സിൽ കാണുന്നതിന് മുമ്പ് ഞാനത് മാവെ കാണുമെന്ന്, അല്ലേ എന്ന് പറയുന്ന പോലെയാണ്. ദൈവം തമ്പുരാൻ എല്ലാം അറിയാം. എൻ്റെ സഹോദരന്മാരെ നമ്മുടെ സഭകളിൽ നടക്കുന്നതും ഓരോരുത്തർ ചിന്തിക്കുന്നതും ഓരോരുത്തർ പ്രവർത്തിക്കുന്നതും ഓരോരുത്തർ അതിൻ്റെ കാര്യനടപടികൾ ചെയ്യുന്നതും ഒക്കെ ദൈവം കണ്ടുകൊണ്ടായിരിക്കും. ദൈവം ഉടനെ ഒന്നും പ്രവർത്തിക്കില്ല. ദൈവം പ്രവർത്തിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് ദൈവം പ്രവർത്തിക്കും. ദൈവം പ്രവർത്തിച്ച് കഴിയുമ്പോൾ ആ പ്രവർത്തിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഏതാ ദൈവം പ്രവർത്തിച്ചു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതെ, അപ്പോൾ ദൈവത്തിൻ്റെ സമയത്ത് ദൈവം പ്രവർത്തിക്കും. ലോകത്തിലെ രാഷ്ട്രീയ അധികാരങ്ങളെയൊക്കെ ദൈവം അങ്ങനെയാണ്. ഇന്നിപ്പോൾ ഇസ്രായേലൊക്കെ വലിയ സംഭവങ്ങൾ നടക്കുകയല്ലേ, ഹമാസുകാരുടെയൊക്കെ അറിയാം. ദൈവം കാണുന്നില്ലേ? ദൈവമൊക്കെ കാണുന്നുണ്ട്. ഈ ഹമാസുകാരൊക്കെ അവിടെ ഈ തുരങ്കങ്ങൾ നിർമ്മിച്ചപ്പോൾ ആയിരക്കണക്കിന് മൈൽ തുരങ്കങ്ങൾ നിർമ്മിച്ചപ്പോൾ ദൈവം കണ്ടില്ലേ? ഉറങ്ങുമായിരുന്നോ ദൈവം? ദൈവം അതൊക്കെ കണ്ടുകൊണ്ടായിരുന്നത്. ദൈവം പറഞ്ഞു അവൻ നിറയ്ക്കട്ടെ, കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഉപ്പുവെള്ളം കൊണ്ടുവന്നത് നിറയ്ക്കാം. മനുഷ്യരെ ഉപ്പിലിടാൻ ദൈവത്തിന് സ്ഥലം വേണ്ടേ? തീർച്ചയായിട്ടും വേണം. അതൊക്കെ ദൈവം കണ്ടുകൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കൊരു മുന്നറിയിപ്പ്, അത് എന്നെ വളരെ ഭയപ്പെടുത്തുന്നൊരു കാര്യമാണ്. അല്ലേ,
ദൈവം കാണുന്നില്ലെന്ന് വിചാരിച്ച് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുകയും ഭർത്താക്കന്മാരോട് ഇടപെടുന്നതും ഭാര്യമാരോട് ഇടപെടുന്നതും അയൽക്കാരോട് ഇടപെടുന്നതും സാമ്പത്തിക ക്രമക്കേട് നടത്തുന്നതും അധികാരപ്രമം നടത്തുന്നതും നമ്മളെന്തൊക്കെയാണ് നമ്മുടെ അസൂയയും നമ്മുടെ പകയും നമ്മുടെ പിണക്കവും എല്ലാം ദൈവം കണ്ടുകൊണ്ടായിരിക്കുന്നു. ദൈവം കണ്ടുകൊണ്ടായിരിക്കുന്നു. അതിന് ദൈവം ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു സമയമുണ്ട്. നെഹമ്യാവിൻ്റെ പുസ്തകത്തിലൊക്കെ നാം അതാണ് തീർച്ചയായിട്ടും കാണുന്നത്. ദൈവജനം സാമ്പത്തിക നന്മയിൽ കണ്ടുവച്ചാൽ ദൈവിക പരിപാടികളെ ഗണ്യമാക്കുകയില്ല എന്നാണ് ഈ പുസ്തകങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. പേർഷ്യയിൽ നിന്ന് എന്താ എല്ലാവരും പോരാഞ്ഞത്? സാമ്പത്തിക നന്മയെ കണ്ടുവച്ചു. ഇപ്പം തന്നെ ഇസ്രയേൽ ഒരു രാജ്യമൊക്കെ സ്ഥാപിച്ചു. ഇന്ത്യയിൽ നിന്ന് പോകാത്ത ഇനിയുമുണ്ട് 10-40 യഹൂദന്മാർ ഇന്ത്യയിലുണ്ട്. എന്താ അവർ പോകാത്തതെന്നറിയാമോ? ഭയങ്കര ബിസിനസ് സ്ഥാപനങ്ങളാണ് അവർ. കൊച്ചിയിലും ബോംബെയിലും ഒക്കെ ഉള്ളതായിരിക്കുന്ന വലിയ വലിയ ബിസിനസ് നിയന്ത്രിക്കുന്ന ആളുകളാണ് അവർ പോവില്ല. ദൈവം ഇനി ഒരു ദിവസം അവരെ എന്ത് ചെയ്യുമെന്നറിയാമോ? ബലമായിട്ട് പിടിച്ചെടുത്ത് അവിടെ കൊണ്ടിടുന്ന ഒരു ദിവസമുണ്ട്. മതിയടാ ബിസിനസ് ചെയ്തത്. അവിടെ ബിസിനസ് ചെയ്യാനല്ല ഞാൻ നിന്നെ വിളിച്ചത്, അബ്രഹാമിനെ വിളിച്ചത്, ഇവിടെ വന്നിരിക്കാനാണ്. അതുപോലെ ദൈവം ഏത് കാര്യത്തും ചെയ്യും. പിന്നെ ഭക്തന്മാരെല്ലായ്പ്പോഴും ന്യൂനപക്ഷമായിരിക്കും എന്നുള്ളൊരു സത്യം നമ്മളെ ബോധ്യപ്പെടുത്താനാണ്. എന്നും ഭക്തന്മാർ ന്യൂനപക്ഷത്തായിരിക്കും. 50,000 പേരെ പോകുന്നുള്ളൂ. കർത്താവ് പറയും അതെന്തൊരു ഭയങ്കരമാണ്, ഇത്രയും ജനങ്ങൾക്ക് അവസരം കൊടുക്കുകയും സ്വാതന്ത്ര്യം കൊടുക്കുകയും ചെയ്തിട്ട് പൊക്കോളാൻ പറയുകയും ചെയ്ത് സ്വത്ത് എടുത്തിട്ട് പോകാൻ പറഞ്ഞിട്ട് 50,000 പേരെ പോയുള്ളൂ, ഞങ്ങളിവിടെ തന്നെ ഇരുന്നോളാം എന്ന് പറഞ്ഞു. എന്നും അങ്ങനെയാണ് കേട്ടോ, എന്നും അങ്ങനെ. ഒരു ന്യൂനപക്ഷമേ ദൈവത്തെ സ്നേഹിക്കുന്നവരായിട്ട് ഉള്ളൂ. പിന്നെ ദൈവം പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ പരിപാടിയുടെ വിജയം അതെപ്പോഴും സ്വാധീനവും ഭക്തിയുമുള്ള ഒരു ന്യൂനപക്ഷത്തെ കൊണ്ടാണ് ജയിക്കുന്നത്. എ ക്രിസ്ത്യൻ ഇൻഫ്ലുവൻഷ്യൽ മൈനോറിറ്റി എന്ന് ആളുകൾ പറയും. ഗാഡ്സ് വർക്ക് ഈസ് ഡൺ ബൈ ആൻ ഇൻഫ്ലുവൻഷ്യൽ മൈനോറിറ്റി. അതൊരു വില്യം കേറി ആയിരിക്കും, ഒരു ഹഡ്സൺ ടൈലർ ആയിരിക്കും, ഒരു ഡേവിഡ് ഡേവിഡ്സൺ ആയിരിക്കും, അത് ചിലപ്പോൾ ഒരു ബക്സിംഗ് ആയിരിക്കും, അത് വാച്ച്മന്നി ആയിരിക്കും, അതൊരു മാർട്ടിൻ ലൂതർ ആയിരിക്കും, അതൊരു ജോൺ കാൽവിൻ ആയിരിക്കും, ഒരു സെയിൻറ്റ് അഗാസ്റ്റിൻ ആയിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് എപ്പോഴും ഒരു മൈനോറിറ്റി ഉണ്ട്. മെജോറിറ്റിയെ കൊണ്ട് ദൈവം കാര്യങ്ങൾ ജയിക്കാറില്ല. അവരെ കൊണ്ട് ജയിക്കാൻ പ്രയാസമാണ്. അതെ, മെജോറിറ്റിയെ കൊണ്ട് കാര്യങ്ങൾ വഷളാക്കാനേ സാധിക്കൂ. ദർ ഈസ് ആൻ ഇൻഫ്ലുവൻഷ്യൽ സ്പിരിച്വൽ മൈനോറിറ്റി. സ്വാധീനതയുള്ള ആത്മീയരായിരിക്കുന്ന ഒരു ന്യൂനപക്ഷമുണ്ട്. ആ ന്യൂനപക്ഷമാണ് ഈ ബഹുഭൂരിപക്ഷത്തെ നയിക്കുന്നതും ചലിപ്പിക്കുന്നതും അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുന്നതും. ആ നെഹമ്യാവ് ആ ന്യൂനപക്ഷത്തിൽ വന്ന ഒരാളാണ്. നെഹമായ വാസ് ഗോഡ്സ് മൈനോറിറ്റി. നെഹമ്യാവ് ദൈവത്തിൻ്റെ ന്യൂനപക്ഷമായിരുന്നു. ആ നെഹമ്യാവിനെ കൊണ്ട് വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യിച്ചു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും, നിങ്ങൾ ആ ന്യൂനപക്ഷത്തിലേക്ക് വരണം. ആകുമോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഒരു ന്യൂനപക്ഷം ഏത് കാലഘട്ടത്തിലും ദൈവജനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ന്യൂനപക്ഷം. അവർക്ക് ഒത്തിരി എതിർപ്പുകളും ഒത്തിരി അപവാദങ്ങളും ഒക്കെ വരും. ഒത്തിരി ആളുകൾ അവരെ വപ്പ് പിടിച്ച് കാണിക്കുകയൊക്കെ ചെയ്യും. അതൊന്നും സാരമൊന്നുമുള്ള കാര്യമല്ല. ദൈവം വിളിച്ചതായിരിക്കുന്ന പണി അവരെ കൊണ്ട് ദൈവം ചെയ്യിക്കും. ചെയ്യിച്ച് കഴിഞ്ഞേ ദൈവം അവരെ ഇവിടുന്ന് കൊണ്ടുപോകും. അതെ, അത് ദൈവത്തിൻ്റെ പരിപാടിയാണ്. അപ്പോൾ ആ ന്യൂനപക്ഷത്തിലാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചോണം. കർത്താവേ, നീ ഉപയോഗിക്കുന്ന ന്യൂനപക്ഷത്തിൽ എന്നെയും പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. അതെ, അപ്പോൾ ന്യൂനപക്ഷത്തിൽ പെടാനായിട്ട് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ദൈവം എന്ത് ചെയ്യും? ദൈവം തൻ്റെ വിധത്തിൽ അവിടെ കൊണ്ടുവരും. മുന്നേ കയറാൻ ശ്രമിക്കരുത്. ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ദൈവം ഇങ്ങോട്ട് വന്നിട്ട് ഈ പുറകെ നിൽക്കുന്നവനെ ഒരൊറ്റ തെള്ളാണ്. അവൻ എവിടെ പോയി നിൽക്കുമെന്നറിയാം? ഏറ്റവും ഒന്നാമത് ചെന്നിട്ട് അവൻ അങ്ങനെ നിൽക്കും. പക്ഷെ നീ എങ്ങനെ ഇവിടെ കയറി വന്നത്? ആരോ എൻ്റെ പുറകിൽ നിന്നൊരു തെള്ളി. ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി എത്ര നേരം ശ്രമിക്കുക എന്നറിയാം. ആൾക്കൂട്ടം കൊണ്ട് എനിക്ക് സാധിക്കുന്നില്ല. എല്ലാവരും മിടുക്കന്മാർ എന്നേക്കാൾ മുന്നിൽ പോവുക. ഞാൻ വളരെ വിഷമിച്ച് നിരാശപ്പെട്ട്, കർത്താവേ നീ അറിയുന്നല്ലോ എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞിരിക്കുമ്പോഴവർ ഒറ്റ തെള്ളു വന്നത്. ആ തെള്ളി ഞാനിവിടെ പോയി അങ്ങ് വരെ തെള്ളിയാൽ ചെന്ന് വീഴുകയില്ല. വീണല്ല നിൽക്കുന്നത്, നേരെ ചെന്ന് അവിടെ ഇങ്ങനെ നിൽക്കും അല്ലേ? അപ്പോൾ ആ സമയത്തിന് വേണ്ടി നാം കാത്തിരിക്കണം. നെഹമ്യാവിൻ്റെ പുസ്തകം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഗാഡ് ഈസ് ദ മൂവർ, ഗോഡ് ഈസ് ദ മൂവർ. ഞാൻ ഇനിയുള്ള അല്പസമയം നെഹമ്യാവ് എന്ന മനുഷ്യനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇതുവരെ ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് ചോദിക്കും അല്ലേ? ഇതുവരെ പറയാൻ ശ്രമിച്ചത് നെഹമ്യാവിനെ കുറിച്ചാണ് പറഞ്ഞത്. ഒരുപാട് പേരെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അർത്ഥശിഷ്ട രാജാവ്, കോരശ് രാജാവൊക്കെ പോയി. അർത്ഥശിഷ്ട രാജാവിൻ്റെ പാനപാത്രവാഹനായിരുന്നു. ഈ നെഹമ്യാവിൻ്റെ ജീവിതത്തിൽ നെഹമ്യാവ് എഴുതുമ്പോൾ എങ്ങനെയാണ് തുടങ്ങേണ്ടത്? വാസ്തവത്തിൽ എങ്ങനെയാണ് നെഹമ്യാവ് പറയേണ്ടത്, തുടങ്ങേണ്ടത്? നെഹമ്യാവ് പറയേണ്ടത്
തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് വേണ്ടേ? മറ്റു ലേഖനങ്ങളൊക്കെ എങ്ങനെയാണ്? അപ്പോസ്തലനായ പൗലോസ്, അല്ലെ ദൈവേഷ്ടത്താൽ വിളിക്കപ്പെട്ടു വേർതിരിക്കപ്പെട്ടുള്ള പൗലോസ്, അങ്ങനെയൊക്കെയല്ലേ പറഞ്ഞു തുടങ്ങുന്നത്. നെഹമ്യാവ് എങ്ങനെയാണ് പറയുന്നത്? നെഹമ്യാവിൻ്റെ പുസ്തകം വായിച്ചറിയാം. നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ എങ്ങനെയാണ് പറയുന്നത്? നെഹമ്യാവിനെ പറ്റി കാര്യമായിട്ടൊന്നും പറഞ്ഞുകൊണ്ടല്ല തുടങ്ങുന്നത്. ഹഗല്യാവിൻ്റെ മകനായ നെഹമ്യാവ്, ഇത്രയേ പറയുന്നുള്ളൂ. ഹഗല്യാവിൻ്റെ മകനായ നെഹമ്യാവ്. ശേടാ, എത്ര ഹഗല്യാമാർ യെരുശലേമിലുണ്ടായിരുന്നു, ഇസ്രായേലിലുണ്ടായിരുന്നു നമുക്കറിയില്ല. 100 കണക്കിന് കാണാനുള്ള സാധ്യത. മത്തായിച്ചൻ്റെ മകനായ ചെറിയാച്ചൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെത്ര? മത്തായിച്ചൻ്റെ മകനായ ചെറിയാച്ചനെ മുന്നോട്ട് പറഞ്ഞാൽ 1000 മത്തായിച്ചൻ്റെ മകൻ ചെറിയാച്ചന്മാർ കയറി വരും. അങ്ങനെ കയറി വരും. അതെ, അപ്പം അങ്ങനെ പറഞ്ഞുള്ളൂ. പക്ഷേ അങ്ങനെ അല്ലായിരുന്നു പറയേണ്ടതെന്ന് ഞാൻ പറയും. അതെ, പിന്നെ താൻ എങ്ങനെയാണ് പറയേണ്ടത്? തന്നെപ്പറ്റി ശരിക്കങ്ങോട്ട് പരിചയപ്പെടുത്തി പറയണം. പിന്നെപ്പറ്റി പരിചയപ്പെടുത്തി പറയണം. അങ്ങനെ ഒന്നും പരിചയപ്പെടുത്തി പറഞ്ഞില്ല. അത് അദ്ദേഹത്തിൻ്റെ മഹത്വത്തെ കാണിക്കുന്ന ഒരു കാര്യമാണ്. നെഹമ്യാവിനെ കുറിച്ച് നെഹമ്യാവ് പറഞ്ഞു. എവിടെയാണ് പറഞ്ഞറിയാമോ? ആ അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ, ഞാൻ രാജാവിന് പാനപാത്രവാഹകൻ. കണ്ടില്ലേ കാര്യമെല്ലാം പറഞ്ഞ്. അപ്പം നമ്മൾ വിചാരിക്കും ഇവൻ ആരാ? ഞാൻ രാജാവിന് പാനപാത്രം എടുത്ത് കൊടുക്കുന്ന ആളാണ്. ആ മനുഷ്യൻ്റെ വിനയമാണ് ഞാൻ പറയുന്നത്. ആ മനുഷ്യൻ്റെ വിനയം, തൻ്റെ സ്ഥാനത്തെയോ തൻ്റെ കുടുംബത്തെയോ ഒന്നുമില്ല. ഈ നെഹമ്യാവെന്ന് പറഞ്ഞതായിരിക്കുന്ന മനുഷ്യന് ഏത് ഗോത്രക്കാരനാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ മക്കാബയരുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 2-ാം ഭാഗം 1-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ നെഹമ്യാവ് ദൈവാലയത്തിൽ യാഗം കഴിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഇസ്രായേലൊക്കെ പണിതായിരിക്കുന്ന ദൈവാലയത്തിൽ നെഹമ്യാവ് യാഗം കഴിക്കുമായിരുന്നു. യാഗം കഴിക്കുന്നവരാരാ? പുരോഹിതന്മാർ. അപ്പോൾ തീർച്ചയായും താനായിരുന്നു. പക്ഷേ ചില ആളുകൾ 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തെ ആധാരമാക്കി താൻ ഒരു പക്ഷേ യഹൂദ ഗോത്രക്കാരനായിരുന്നു എന്നും പറയാറുണ്ട്. ഞാൻ വിചാരിക്കുന്നു അദ്ദേഹം ഒരു ലേവ്യനായിരുന്നു, ഒരു പക്ഷേ അഹരോന് പൗരോഹിത്യത്തിൽപ്പെട്ട ഒരാളായിരുന്നു. എങ്കിലും അക്കാര്യമൊന്നും താൻ പറയുന്നില്ല. കാര്യങ്ങളൊന്നും താൻ പറയുന്നില്ല. അതെ, നെഹമ്യാവ് അങ്ങനെ ഒരു വിനയമുള്ള മനുഷ്യൻ്റെ, ഒരു സൗമ്യതയുള്ള മനുഷ്യനാണ്. നമ്മെക്കുറിച്ച് നാം ഒരുപാട് സംസാരിക്കാതിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മെക്കുറിച്ച് നാം പുകഴ്ത്തി പറയുമ്പോൾ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ നാം ചെറുതായിത്തീരുന്നു. നമ്മെപ്പറ്റി അധികമൊന്നും പറയാതിരുന്നാൽ ആളുകൾ നമ്മെ ബഹുമാനിക്കും. അല്ലെങ്കിൽ പറയാറുണ്ടല്ലോ, മൗനം വിദ്വാന് ഭൂഷണമെന്ന് പറയാറുണ്ട്. നീ വാ തുറക്കാതിരുന്നാൽ നീ ജ്ഞാനിയാണെന്ന് ആളുകൾ വിചാരിക്കും. നീ വാ തുറന്നാൽ നീ വെറും വിഡ്ഢിയാണെന്ന് ആളുകൾ മനസ്സിലാക്കും. അതാ നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ ഈ വാ തുറക്കുന്നതുകൊണ്ട് നമ്മൾ ആരാന്നുള്ളത് ആളുകൾക്ക് മനസ്സിലാവും. നമ്മൾ വാ തുറക്കാതിരുന്നെങ്കിൽ വിചാരിക്കും ഭയങ്കര ജ്ഞാനിയായ ഒരു മനുഷ്യനാണ്, കണ്ടില്ലേ അദ്ദേഹം എന്ന് പറയും. നെഹമ്യാവ് അങ്ങനെയാണ്. തൻ്റെ പറ്റി ഒരുപാട് കാര്യമൊന്നും പറഞ്ഞില്ല. പക്ഷേ താൻ പറയേണ്ട കാര്യം പറഞ്ഞു. പറയേണ്ട കാര്യം താനെ പറഞ്ഞു. അതൊരു നല്ല മാതൃകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നെഹമ്യാവ് ഏറ്റവും വിശ്വസ്തനായ ഒരു മനുഷ്യനായിരുന്നു. പേർഷ്യൻ സാമ്രാജ്യത്തിലെ ഏറ്റവും വിശ്വസ്തനായ ഒരു മനുഷ്യനാണ്. അത് പറയാൻ കാരണം എന്താ? അങ്ങനെ ഒരു പ്രസ്താവനയില്ലല്ലോ താൻ വിശ്വസ്തനായിരുന്നില്ല. താൻ രാജകൊട്ടാരത്തിലെ രാജാവിൻ്റെ പാനപാത്രവാഹകനായിരുന്നു എന്ന ഒരു പ്രസ്താവന മാത്രം മതി. ഞാൻ ആമുഖത്തിൽ പറഞ്ഞല്ലോ, അന്നത്തെ കാലത്ത് രാജാക്കന്മാരെയും മറ്റുമൊക്കെ വധിച്ചിരുന്നത് ഈ ആഹാരത്തെ ഫുഡ് പോയ്സണിങ് കൊണ്ടാണ്. ഫുഡ് പോയ്സണിങ് ഇന്നും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഫുഡ് പോയ്സണിങ് കൊണ്ട് അത് അന്ന് എളുപ്പമായിരുന്നു. കാരണം വീഞ്ഞിൽ ചില സാധനങ്ങൾ കലർത്തിയാൽ വീഞ്ഞിന് ടേസ്റ്റ് കൂടുമെന്നാണ് പറയുന്നത്. വിഷങ്ങൾ കലർത്തിയാൽ വീഞ്ഞിന് ടേസ്റ്റ് കുറയില്ല. ഇപ്പം ഉദാഹരണമായിട്ട് ലെഡ് ഒരു പോയിസണാണ്. ലെഡ് പോയിസണിങ് എന്ന് പറയുന്നത്. വീഞ്ഞുണ്ടാക്കുന്നതെല്ലാം ലെഡ് പാത്രങ്ങളിലാണ്, ഈയത്തിൻ്റെ പാത്രങ്ങളിലാണ്. കാരണം അതിൽ ഈയം കൂടെ വീഞ്ഞിലോട്ട് ലയിച്ച് കഴിഞ്ഞാൽ ഈ വീഞ്ഞിൻ്റെ ടേസ്റ്റ് വളരെ കൂടും. കുറച്ച് കാലം കുടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ലെഡ് പോയിസൺ കൊണ്ട് നമ്മൾ മരിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആപത്തുകളുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാത്തതായിരിക്കുന്ന ആളുകളെയാണ് രാജാക്കന്മാർ ഈ പാനപാത്രവാഹകന്മാരാക്കി തീർത്തത്. അതേക്കുറിച്ച് പറയുന്നത്, ചരിത്രത്തിൽ പറയുന്നത്, സാമ്രാജ്യത്തിലെ ഗവർണർമാരുടെ പദവിയിൽ ഏറ്റവും വിശ്വസ്തനായി കണക്കാക്കിയ ആളെ മാത്രമാണ് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നത്. കാരണം കൊട്ടാരത്തിൽ വരുന്ന ആളുകളിന് 2 പ്രത്യേകതയുണ്ട്. ഒന്ന്, കൊട്ടാരത്തിലെ രഹസ്യങ്ങളൊക്കെ അറിയാനായിട്ട് കഴിയും. കൊട്ടാരത്തിലെ രഹസ്യങ്ങൾ അറിയാനായിട്ട് കഴിയും. അപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ വീട്ടിലെ രഹസ്യങ്ങൾ നമ്മൾ ആളുകൾ അറിയണമെന്ന് നമ്മൾ വളരെ വിശ്വസ്തരായ ആളുകളെ അല്ലേ നമ്മൾ കയറ്റും, അല്ലാത്തവരെ കയറ്റുമില്ലല്ലോ. അപ്പോൾ നെഹമ്യാവിന് കൊട്ടാരത്തിലെ വിശേഷങ്ങൾ അറിയുവാൻ തക്കവണ്ണം രാജാവിൻ്റെ ഒരു കോൺഫിഡൻ്റ് ആയിരുന്നു പറയും. രാജാവിൻ്റെ ഒരു വിശ്വസ്തനായ ഒരു ആളായിരുന്നു. അതൊരു വലിയ കാര്യമാണ്. ദൈവത്തിൻ്റെ ജനത്തെ നയിക്കുവാനായിട്ട് നിയമിക്കപ്പെട്ടുള്ള ആളുകളിൽ പലരും രാജകീയ പരിശീലനം ലഭിച്ചിട്ടുള്ള ആളുകളാണ്.
അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ട്രെയിനിങ് ഇല്ലാത്ത ആളുകളെ, പ്രോപ്പർ ട്രെയിനിങ് കൂടാത്ത ആളുകളെ ദൈവത്തെ വചനം പഠിപ്പിക്കാനായാലും നയിക്കാനായിട്ടും അപ്പോയിൻ്റ് ചെയ്യുന്നത് വളരെ ആപത്താണ്. ഇപ്പം നെഹമ്യാവിൻ്റെ കാര്യമാണെങ്കിൽ കൊട്ടാരത്തിൽ പരിശീലനം കിട്ടി, മോശയ്ക്കാണെങ്കിൽ 40 വർഷം കൊട്ടാരത്തിൽ പരിശീലനം കിട്ടി, ദാവീദിനാണെങ്കിൽ ശൗലിൻ്റെ കൊട്ടാരത്തിൽ എത്ര വർഷം പരിശീലനം കിട്ടി, പിന്നല്ലേ ശൗല് തനിക്കെതിരെ തിരിയുന്നത്. ജോസഫിനെ ആണെങ്കിലും അങ്ങനെ തന്നെ. പൊത്തിഫേർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ വലിയൊരു പട്ടാള ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹത്തിന് വീട്ടിൽ ട്രെയിനിങ് കിട്ടി, പിന്നെ ജയിലുകളിൽ തനിക്ക് ട്രെയിനിങ് കിട്ടി, അവസാനമാണ് തന്നെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു പ്രോപ്പർ ട്രെയിനിങ് ഇല്ലാതെ ഒരു ലീഡറെ ഒരിക്കലും നമുക്ക് കൊടുക്കില്ല. സഭകളിലാണെങ്കിലും മൂപ്പന്മാരെ നിയമിക്കുന്നതും മറ്റുമൊക്കെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വരുമ്പോഴും അവർക്ക് ട്രെയിനിങ് കിട്ടണോ. ക്രിസ്ത്യൻ ട്രെയിനിങ് ഒന്നും ആയിരിക്കണം നിർബന്ധമില്ല. ഇറ്റ് ഷുഡ് ബി ട്രെയിനിങ്. ആളുകളുമായി ഇടപെടാനും ആളുകളുമായി പരിചയപ്പെടാനും ഉള്ളതൊരു ട്രെയിനിങ് അത് കിട്ടണം. ചില ആളുകൾക്ക് അതില്ല. അത് കിട്ടാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ, എപ്പോഴും ആളുകളുമായിട്ട് അവർക്ക് കോൺഫ്ലിക്റ്റാണ്. ചെറിയ കാര്യത്തിനായാലും വലിയ കാര്യത്തിനായാലും അവർക്ക് കോൺഫ്ലിക്റ്റാണ്. നിങ്ങൾക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന കാരണം എന്താണെന്ന് ചോദിച്ചാൽ യു ആർ നോട്ട് പ്രോപ്പർലി ട്രെയിൻഡ്. അപ്പോൾ ദൈവം നെഹമ്യാവിനെ അങ്ങനെ ട്രെയിൻ ചെയ്തെടുത്ത ഒരാളാണ് എന്ന് ഞാൻ പറയട്ടെ. ദൈവത്തിൻ്റെ ജനത്തിൻ്റെ നയിക്കാനായിട്ട് ദൈവം ഉപയോഗിച്ച ആളുകളെയൊക്കെ അങ്ങനെ പരിശീലിപ്പിച്ചു. ദാവീദിനെ 40 കൊല്ലമില്ല, എത്ര വർഷമാണ് ദാവീദ് ആടിൻ്റെ പുറകെ നടന്നത്. അതിനുശേഷമാണ് ദൈവത്തിൻ്റെ കുഞ്ഞാടുകളെ മേയിക്കാനായിട്ട് അവസരം കൊടുത്തത്. എല്ലാവരും അങ്ങനെയാണ്, ദൈവം അങ്ങനെയാണ് ചെയ്യുന്നത്. വിജയിയായ ഒരു മീൻപിടുത്തക്കാരനായിട്ട് തീർന്നതിന് ശേഷമാണ് പത്രോസോട് പറഞ്ഞത്, ഞാൻ നിന്നെ മീൻപിടുത്തക്കാരനാക്കാമെന്ന്. അതെ, അങ്ങനെ ആക്കിയത്. അല്ലാതെ ശരിയാവില്ല. ട്രെയിനിങ് ഈസ് എൻ ഇമ്പോർട്ടൻ്റ് പാർട്ട്. അതെ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ വിനയമൊക്കെ പഠിക്കണമെങ്കിൽ ഈ വലിയ ആളുകളുടെ കൂടെ കുറച്ച് കാലം ചെറിയ പൊസിഷനിലൊക്കെ സേവനം ചെയ്യണം. വലിയ ആളുകളുടെ വീട്ടിലെ പച്ചക്കറി വാങ്ങിച്ചിട്ട് കൊടുക്കാനും ഈ വാങ്ങിച്ചിട്ട് കൊടുക്കാനും അല്ലേ, അവിടുത്തെ പിള്ളേരെ സ്കൂളിൽ കൊണ്ടുവിടാനും ഒക്കെ ഉള്ള ട്രെയിനിങ്. ചെറിയ ട്രെയിനിങ് അല്ല, വലിയ ട്രെയിനിങ്ങാണ്. അപ്പോൾ നെഹമ്യാവ് ദൈവത്താൽ പരിശീലിപ്പിക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. അതെ, താനെ യെരുശലേം കണ്ടിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നില്ല. കാരണം 70 വർഷത്തെ പ്രവാസം കഴിഞ്ഞതിന് ശേഷമാണ് നെഹമ്യാവ് വരുന്നത്. അപ്പോൾ നെഹമ്യാവിന് തീർച്ചയായിട്ടും 70 വയസ്സോ അതിൽ കൂടുതലൊന്നും ഉണ്ടായിരുന്നില്ല. നെഹമ്യാവ് ബാബേൽ പ്രവാസത്തിൽ ജനിച്ച ഒരു മനുഷ്യനാണ്. അപ്പോൾ ആ മനുഷ്യന് ഈ പ്രവാസികളിൽ നിന്നും അന്നത്തെ രാജകീയ IAS, നമ്മുടെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുന്ന പോലെ PAS, പേർഷ്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് ഒരു സെലക്ഷൻ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. അത് കാണിക്കുന്നത് ബുദ്ധിമാനായ ഒരു മനുഷ്യനായിരുന്നു എന്നും കഴിവുള്ള ഒരു മനുഷ്യനായിരുന്നു എന്നുമാണ്. ഞാൻ വിചാരിക്കും നമ്മൾ എവിടെ ചെന്നാലും നമ്മുടെ കഴിവും പ്രാപ്തിയും കാണിക്കുന്നത് തെറ്റൊന്നുമില്ല. ഏത് രാജ്യത്ത് ചെന്നാലും ദൈവം നമുക്ക് തന്നിട്ടുള്ള കഴിവുകളുണ്ടല്ലോ, വിദ്യാഭ്യാസപരമായ കഴിവുകൾ, സാഹിത്യപരമായ കഴിവുകൾ, കലാപരമായ കഴിവുകൾ, ശാരീരികമായ കഴിവുകൾ, ഇതൊക്കെ ഉപയോഗിക്കണം. വെറുതെ തങ്ങിക്കൂടി ഇച്ചിരി കാശുണ്ടാക്കാൻ വേണ്ടി മാത്രം നാം ശ്രമിക്കരുത്. അത് നമ്മുടെ ആളുകളുടെ വലിയൊരു പരാജയമാണ്. അതെ, ദൈവം തൻ്റെ പരിപാടിക്ക് വേണ്ടി നിയമിച്ച ഒരു വ്യക്തിയായിരുന്നു നെഹമ്യാവ് എന്ന് നമുക്ക് വിശ്വസിക്കാം. ദൈവം തൻ്റെ ഭക്തന്മാരിൽ പലരെയും അവർ ജീവിച്ചിരുന്ന സമൂഹത്തിൻ്റെ മതേതര നേതൃത്വത്തിൽ ശ്രേഷ്ഠന്മാരാക്കിയിട്ടുണ്ട്. മതേതര, സ്പിരിച്വൽ നേതൃത്വമല്ല, മതേതര നേതൃത്വം. ദാനിയേൽ ബാബേൽ സാമ്രാജ്യത്തിലെ ചീഫ് സെക്രട്ടറി ആയിരുന്നു. അതുപോലെ പിൽക്കാലത്ത് പേർഷ്യൻ ചക്രവർത്തിമാരുടെയും ഭരണസാരഥ്യം തെളിയിച്ച ഒരാളാണ് മൊർദെഖായി. അദ്ദേഹം പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് ഭരണം നടത്തി. ജോസഫ്, അദ്ദേഹം മിസ്രൈമിൻ്റെ ഭരണാധികാരി. ദൈവജനത്തിൻ്റെ ഇടയിലൊന്നും അവർക്ക് ആത്മീക നേതൃത്വം ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ അവർക്ക് ഭയങ്കര ഭൗതിക നേതൃത്വം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറയുന്നത്, നെഹമ്യാവ് പിൽക്കാലത്ത് തൻ്റെ ആത്മീയ നേതൃത്വം ഇസ്രായേലിനുള്ള ബന്ധത്തിലാണ്. പക്ഷെ അതുവരെ താൻ ഭൗതികമായ ഒരു സെക്യൂലർ പൊസിഷനിലാണ് ഇരുന്നത്. ഞാൻ വിചാരിക്കുന്നു ദൈവം നിങ്ങളെ കുറേ കാലത്തേക്ക് ജോലിയോടുള്ള ബന്ധത്തിൽ ഒരു സെക്യൂലർ മതേതര സ്ഥാനത്താക്കുന്നെങ്കിൽ നിങ്ങൾ പാപമൊന്നും ചെയ്യുകയില്ല, അവിടെ വിശ്വസ്തമായി നിന്നാൽ മതി. ദൈവത്തിന് തൻ്റെ സമയത്ത് നിങ്ങളെ ആത്മീയ ഉപയോഗത്തിന് വേണ്ടി, കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ട് തീർച്ചയായിട്ടും കഴിയും. ചില ആളുകൾ അങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഞാനങ്ങനെ ജോലിക്കൊക്കെ പോയി അല്ലേ, IAS എഴുതുന്നത് ശരിയാണോ, IPS എഴുതുന്നത് ശരിയാണോ, പട്ടാളത്തിൽ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. ഞാനതേക്കുറിച്ച് പറയുന്നത്, നിങ്ങൾക്ക് അഡ്വാൻസ് ചെയ്യാവുന്നതായിരിക്കുന്ന സാഹചര്യങ്ങളിൽ മോറൽ ഇഷ്യൂസ്, മോറൽ ഏരിയാസിൽ മാത്രം, ധാർമ്മിക വശമായിരിക്കണം, അങ്ങനെയുള്ളതായിരിക്കുന്ന വശങ്ങളിൽ നിങ്ങൾ അഡ്വാൻസ് ചെയ്തു. പക്ഷേ എപ്പോഴും ദൈവത്തിൻ്റെ നടത്തിപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വിധേയപ്പെട്ട് നിൽക്കണം. ദൈവം എപ്പോഴാവശ്യപ്പെടുന്നു അപ്പോൾ ആ ജോലി രാജിവെക്കാൻ, അല്ലെങ്കിൽ ആ ജോലി ഉപേക്ഷിക്കാൻ മനസ്സാകണം. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാമോ,
ഒരിക്കൽ കയറിയാൽ പിന്നെ ഇറങ്ങുന്ന പ്രശ്നമേ ഇല്ല. അതെ, ചില ആളുകൾ അങ്ങനെയാണ്, ഒരു വാശിയിലാണത്. പോകാൻ ഇഷ്ടമല്ല, പക്ഷെ നിർബന്ധിച്ച് പോയി. നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ നിൽക്കുമോ? നിൽക്കില്ല. അബ്രഹാം ഇസാക്കിനെ യാഗം കഴിക്കാൻ കൊണ്ടുപോയത് എന്തോ ഒരു മാനസികമായ സംഘർഷത്തിലാണെന്നറിയാം. എത്ര ദിവസം കൊണ്ടാണ് സൈക്കോളജിക്കലി സൈക്ക് ചെയ്ത് എൻ്റെ മോനെ ഞാൻ എൻ്റെ കൈ കൊണ്ട് വെട്ടിക്കൊന്ന് കഷ്ണമാക്കി യാഗപീഠത്തിൽ വെച്ച് ഞാൻ ചുടും, അത് നോക്കിക്കൊണ്ട് ഞാൻ നിൽക്കും. അങ്ങനെ ആ മാനസിക അവസ്ഥയിലാണ് വന്ന് അവസാനം എടുത്ത് യാഗശാലയിൽ എടുത്തിട്ട് കയ്യും കാലും കെട്ടി കത്തിയെടുത്ത് വെട്ടാനായിട്ട് തുടങ്ങി. ഒരു 1/2 ഇഞ്ച് കഴുത്തിന്, ഒരു 1/2 ഇഞ്ച് മേളിൽ വന്നപ്പോൾ സ്റ്റോപ്പെന്ന് പറഞ്ഞു. നമ്മളത് എന്താ പറഞ്ഞു? വെട്ടാൻ പറഞ്ഞാൽ ഞാൻ വെട്ടും. എന്തൊരു ബന്ധപ്പെട്ട ഈ സ്ഥിതിക്ക് വന്നെന്നറിയാം. ഇപ്പം പറയാം നിർത്താനല്ലേ? ഇല്ല, ആ കത്തി അവിടെ തന്നെ നിന്നു. അതെ, മൈക്കിളാഞ്ചലോ ആരാന്ന് ഞാൻ ഓർക്കുന്നില്ല, വലിയ പ്രശസ്തനായ ഒരു കലാകാരൻ ആ ചിത്രം അത് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ കത്തി വന്ന് കഴുത്തുമായിട്ട് ഒരു 1/2 സെൻറ്റിമീറ്ററിൻ്റെ വ്യത്യാസത്തിൽ അങ്ങനെ നിൽക്കുന്നത്. ഇത്ര ബ്രേക്ക് ചെയ്യാൻ പറ്റിയ പോലെ. അതാ ദൈവം അങ്ങനെയുള്ളവരെയാണ് നോക്കുന്നത്. പോകാൻ പറഞ്ഞാൽ പോകും, വരാൻ പറഞ്ഞാൽ വരും. കർത്താവിൻ്റെ അടുക്ക വന്നൊരു ശതാധിപം പറഞ്ഞാൽ എന്താ? ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യന് ഒരുത്തിനോട് പോകാം എന്ന് പറഞ്ഞാൽ പോകും, വരാം എന്ന് പറഞ്ഞാൽ വരും. നമ്മൾ പോകാൻ പറഞ്ഞാൽ ചിലപ്പം പോകും, പിന്നെ വരാൻ പറഞ്ഞാൽ ഒരു പോക്കാ. കൊള്ളുകയില്ല. നെഹമ്യാവ് അങ്ങനെ ഒരു മനുഷ്യനായിരുന്നില്ല. അവനോട് നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും, പോകാൻ പറഞ്ഞാൽ പോകും. ദൈവം ഉപയോഗിച്ചിട്ടുള്ള ആത്മീയരായിരിക്കുന്ന ആളുകളൊക്കെ അങ്ങനെയാണ്. ദൈവം പറയുന്നതായിരിക്കുന്ന അതേ ചിട്ടയ്ക്ക് നിൽക്കുന്ന ആളുകൾ. നെഹമ്യാവിനോട് ദൈവം പോകാൻ പറഞ്ഞ ഒരു സന്ദർഭത്തിൽ പോകാൻ പറഞ്ഞു. നെഹമ്യാവിനെ പറ്റി ചിന്തിക്കുമ്പോൾ വേറൊരു കാര്യം ഞാൻ കാണുന്നത് അവൻ്റെ ആത്മീയ താല്പര്യമാണ്. കാരണം ഈ പുസ്തകത്തിൻ്റെ ആമുഖം വായിക്കുമ്പോൾ നെഹമ്യാവ് ഒരിക്കലും യെരൂശലേമിൽ പോയിട്ടില്ലെന്ന് നമുക്ക് തീർത്ത് പറയാൻ കഴിയും. യെരൂശലേം കണ്ടിട്ടില്ല, യെരൂശലേമിനെ പറ്റി അവൻ്റെ വൈകാരിക ബന്ധം ഉണ്ടാകേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. പക്ഷേ തൻ്റെ സഹോദരന് യെരൂശലേമിൽ നിന്നും വന്നപ്പോൾ താൻ ആ സഹോദരനോട് അന്വേഷിച്ചു, അല്ലേ? അന്വേഷിച്ചു. എന്താ അന്വേഷിച്ചത്? എങ്ങനെയുണ്ട് അവിടുത്തെ കാര്യങ്ങളെന്നാണ് ചോദിച്ചത്. എങ്ങനെയുണ്ട് അവിടുത്തെ കാര്യങ്ങൾ എടുത്തു ചോദിച്ചു. പ്രവാസത്തിൽ നിന്നും പോയ ആളുകളുടെ സ്ഥിതി എന്താണ്? യെരൂശലേം പട്ടണത്തിൻ്റെ സ്ഥിതി എന്താണ്? അല്ലേ? ഞാനതേക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഞാൻ എത്രയോ ദൈവമക്കളെ ഈ കേരളത്തിൽ നിന്നും ജോലിക്ക് വേണ്ടി അമേരിക്കയിലും കാനഡയിലും ഇംഗ്ലണ്ടിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ടുള്ള ദൈവമക്കളെ ചിലപ്പോൾ അവധിക്ക് വരുമ്പോഴും അല്ലെങ്കിൽ ചിലപ്പോൾ അവരെ അവിടെ വെച്ചൊക്കെ ചോദിക്കുമ്പോൾ ഇവന്മാരിൽ ഒരാൾ പോലും ബ്രദറെ ഇന്ത്യയിലെ വേല എങ്ങനെയുണ്ട്, ഇപ്പോൾ അവിടെ സഭകളൊക്കെ എങ്ങനെയുണ്ട് ചോദിക്കില്ല. ബ്രദറിന് സുഖമാണോ എന്ന് ചോദിക്കും. പരമാനന്ദ സുഖം. അല്ലാതെ സഭയെപ്പറ്റി ചോദിക്കില്ല. വളരെ ചുരുക്കം ആളുകൾ, വല്ലപ്പോഴും അബദ്ധവശാലും ഒരെണ്ണം ചോദിച്ചെങ്കിലായി. അവർ പറയുന്നത് അത് ഞങ്ങൾക്ക് ഒരു വിഷയമേയില്ല, നീ ചാകുകയോ ചാകാതിരിക്കുകയോ ചെയ്യും, ഇന്ത്യൻ സഭയുള്ളോ ഇല്ലാതിരിക്കുകയോ ചെയ്യും, ഞങ്ങൾ ഏതായാലും രക്ഷപ്പെട്ടു. അല്ല, ഈ ഒരു മനോഭാവം ശരിയല്ല. നെഹമ്യാവിൻ്റെ സഹോദരന്മാർ കസിൻസ് ആയിരുന്നിരിക്കുകയും അവർ വന്നപ്പോൾ നെഹമ്യാവ് ചോദിച്ച ചോദ്യമെന്ന് പറഞ്ഞാൽ അത് യെരൂശലേമിനെക്കുറിച്ചുള്ള നെഹമ്യാവിൻ്റെ താല്പര്യം കാണിക്കുന്ന ചോദ്യമാണ്. അതെ, ദൈവാലയത്തിൻ്റെയും ദൈവജനത്തിൻ്റെയും ക്ഷേമമാണ് താൻ അന്വേഷിച്ചത്. നെഹമ്യാവ് 1-ാം അധ്യായം 2-3 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതാണ് തൻ്റെ ദേശത്തെക്കുറിച്ചും അവിടുത്തെ ആത്മീയ രാഷ്ട്രീയ സ്ഥിതിയെക്കുറിച്ചും എത്ര കാര്യമായിട്ടാണ് അന്വേഷിക്കുന്നത്. 2 കാര്യം നെഹമ്യാവ് എടുത്ത് ചോദിച്ചു. പ്രവാസത്തിനും തെറ്റിയൊഴിഞ്ഞു പോയ യഹൂദന്മാരെങ്ങനെയുണ്ട്? 2 യെരൂശലേം അതായത് ദൈവജനത്തിൻ്റെ സ്ഥിതി, അവിടെ നിന്ന് ദൈവജനത്തിൻ്റെ സ്ഥിതി എങ്ങനെയുണ്ട്? അതിന് 2നും താൻ ഉത്തരം കിട്ടി. ആ ഉത്തരം നെഹമ്യാവിനെ എങ്ങനെയാണ് ബാധിച്ചത്? നെഹമ്യാവിൻ്റെ പുസ്തകത്തിൻ്റെ മുഴുവൻ സംഭവങ്ങളും ഈ ചോദ്യത്തെ ആധാരമാക്കിയാണ്. നെഹമ്യാവ് ഒരു ചോദ്യം ചോദിച്ചു, ഒരു ഉത്തരം കിട്ടി. ആ ഉത്തരം കിട്ടിയതോടുകൂടെ നെഹമ്യാവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മനസ്സിൻ്റെ സ്ഥിതി തന്നെ, മാനസിക അവസ്ഥ തന്നെ അങ്ങ് മാറിപ്പോയി. അപ്പോൾ നെഹമ്യാവ് ചിന്തിച്ചത് സാധാരണക്കാർ ചിന്തിച്ച പോലെയല്ല. താൻ ചിന്തിച്ചെന്താണ്? എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമായ ജനങ്ങൾ എങ്ങനെയാണ് കഴിയുന്നത്? അതാ ചോദിച്ചത്. എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമായ ജനങ്ങൾ എങ്ങനെയാണ് കഴിയുന്നത്? യെരൂശലേമിൽ അവർക്ക് സുഖമാണോ? ശത്രുക്കളുടെ ഭീഷണിയുണ്ടോ? അവർക്കവിടെ ആരാധനയുണ്ടോ? നമ്മുടെ പിതാക്കന്മാരുടെ കല്ലറകളൊക്കെ എങ്ങനെയാണ്? അതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണോ? എന്ത് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്? അതെ, നമ്മളൊക്കെ ആണെങ്കിൽ നമ്മുടെ അപ്പന്മാരെ അടക്കിയ സ്ഥലം വരെ പോയി കണ്ടിട്ടേ ഇല്ലല്ലേ? അങ്ങനെയല്ലേ? മുതുക്കൻ ചാത്തുകൊണ്ട് അടക്കി സമാധാനം. ഇനി അങ്ങോട്ടൊന്ന് പോകുന്ന പ്രശ്നം
ഇല്ല. നമുക്കൊരു ഒരു ഒരു അറ്റാച്ച്മെൻ്റ് ഒന്നുമില്ല. ഈ കല്ലറകൾ പണിതായിരിക്കുന്ന ആളുകളൊന്നും വെറുതെ അല്ല കല്ലറകൾ പണിത്. ബൈബിൾ മുഴുവൻ നോക്കിക്കുക, പഴയ നിയമം പുതിയ നിയമം നോക്കിക്കുക, മണ്ണി കുഴിച്ചിട്ടത് ആരുണ്ട്? വഴിയരികെ കുഴിച്ചിട്ടെന്ന് പറയുന്ന ആരുണ്ട്? യാക്കോവിൻ്റെ ഭാര്യയായിരിക്കുന്ന ആരെയാ? റാഹേലല്ലേ ആണ് റോഡരി കുഴിച്ചിട്ടത്. മറ്റവരെയൊക്കെ കുഴിച്ചിട്ട് അവിടെ ഒന്നും അല്ല. പിന്നെ അവളൊരു പോരുകാരിയായിരുന്നു എന്നും അല്ലേ. ആ പാവപ്പെട്ട ലേയോട് എന്തോ ഒരു ശല്യമാണ് ചെയ്തത്. ദൈവം അതുകൊണ്ട് തന്നെ അവളെ ഷീ വാസ് പുട്ട് വേസൈഡ്, അവിടെ അടക്കി. കാര്യം ജോസഫും ഒക്കെ അവിടെ നിന്നാണ് ഉണ്ടായെന്നുള്ള കാര്യം ശരിയാണ്. ഞാൻ പറഞ്ഞ ഈ ഒരു കൺസേൺ എന്ന് പറയില്ലേ, ഒരു കൺസേൺ. ജോസഫ് പറഞ്ഞു എൻ്റെ അസ്ഥികളെ അവിടെ അടക്കണമെന്ന് പറഞ്ഞു. യാക്കോബ് പറഞ്ഞു എന്നെ ഇവിടെ അടക്കരുത്, അവിടെ കൊണ്ടുപോയി അടക്കണമെന്ന് പറഞ്ഞു. അതെ, അവരവിടെയൊക്കെ തൂണുകളൊക്കെ നാട്ടി. എന്താണ്? എൻ്റെ ഭാര്യ അടക്കിയ സ്ഥലം ഏതാണ്? റാഹേലിൻ്റെ കല്ലറത്തൂൺ എന്ന് അറിയണമത്. അങ്ങനെ അടക്കി. അവരങ്ങനെയൊക്കെയാണ് അടക്കിയത്. നമ്മൾക്ക് അങ്ങനെയുള്ള ചിന്തയില്ല. ഞാൻ പറഞ്ഞത് വി ആർ നോട്ട് കൺസേൺഡ് അബൌട്ട് അവർ പീപ്പിൾ. ദൈവത്തിൻ്റെ ജനത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ച് നമുക്ക് ചിന്തയുള്ള ആളുകളല്ല. നെഹമ്യാവ് അതിൽ നിന്ന് വ്യത്യസ്തനായ ഒരാളായിരുന്നു എന്ന് ഞാൻ പറയട്ടെ. ഇപ്പോൾ എൻ്റെ ഒരു വലിയ കൺസേൺ എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. നമ്മുടെ ചെറുപ്പക്കാരെല്ലാം ഇംഗ്ലണ്ടിലും കാനഡയിലും പിന്നെ ഓസ്ട്രേലിയയിലും ഒക്കെ പോവുകയാണ്. ഞാൻ എൻ്റെ കൺസേൺ എന്താ പറയുക, ഇവന്മാരവിടെ പോയിട്ട് പള്ളി പോകുന്നുണ്ടോ, ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ, ബൈബിൾ വായിക്കുന്നുണ്ടോ, അതോ ഇവരെ ഈ ഡോളർ 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 എന്ന് പറഞ്ഞ് രാത്രിയും പകലും ജോലി ചെയ്യുന്നതേ ഉള്ളൂ. നമ്മൾ പറയുമ്പോൾ അങ്ങ് അയച്ചേക്കില്ലയോ, എവിടെയെങ്കിലും കാശ് കിട്ടുന്നിടത്തേക്ക് അങ്ങ് അയക്കുകയില്ലയോ. പിള്ളേരെ പഠിപ്പിക്കാൻ അയക്കുന്നു, അങ്ങനെയല്ലേ. നല്ല കോളേജ് എവിടെ ഉണ്ടോ നോക്കുന്നത്, നല്ല സഭ എവിടെ ഉണ്ടെന്നല്ലേ നോക്കുന്നത്. സഭയുള്ള സ്ഥലത്തേക്കാൾ കോളേജൊന്നും അല്ലേ തിരഞ്ഞെടുക്കുന്നത്. നമുക്ക് പ്രശ്നമുണ്ട് സഹോദരന്മാരെ, തീർച്ചയായിട്ടും. നെഹമ്യാവ് ദൈവജനത്തിൻ്റെയും ദൈവത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെയും ദൈവാലയത്തിൻ്റെയും ക്ഷേമം അന്വേഷിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്ന് മാത്രമോ, കിട്ടിയ ഉത്തരം എന്താണ്? തൻ്റെ കസിനായ ഹനാന് കൊടുത്ത ഉത്തരം എന്താ? വളരെ ഹൃദയസ്പർശിയായ ഉത്തരമാണ് അല്ലേ. പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്തെ മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരുശലേമിൻ്റെ മതിലിടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ പറയുന്നത്, ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. കുറേ നാൾ ദുഃഖിച്ച് ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറേ കാലം കഴിഞ്ഞിട്ടാണ് നെഹമ്യാവ് രാജാവിൻ്റെ അടുക്കൽ പോകുന്നത്. ദിവസങ്ങളല്ല, ആഴ്ചകൾ തന്നെ കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ന്യൂസ് നെഹമ്യാവിൻ്റെ ഹൃദയത്തിനുണ്ടാക്കിയതായിരിക്കുന്ന ആഘാതം, മെൻ്റൽ ആഘാതം, മാനസിക ആഘാതം എന്ന് പറയുന്നത് ഭയങ്കരമായിരുന്നു. അത് കേട്ടതേ ഉള്ളൂ. നിൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥി, മാംസത്തിൽ നിന്ന് മാംസമായിരിക്കുന്ന ജനത്തിൻ്റെ സ്ഥിതി വളരെ മോശമാണ്. നിൻ്റെ പിതാക്കന്മാരടക്കിയതായിരിക്കുന്ന സ്ഥലങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞ് നശിച്ചു കിടക്കുകയാണ്. ദുഃഖം കൊണ്ടിരുന്ന് കരഞ്ഞെന്നാ പറഞ്ഞത്. ആരായി കരയുന്നത്? പേർഷ്യൻ സാമ്രാജ്യത്തിലെ വലിയൊരു ഗവർണറായിരുന്നു കരയുന്നത്. വിചാരിച്ചുള്ളൂ നമ്മുടെ സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറി ഇരുന്ന് കരയാണ്. എന്താ അവൻ്റെ ന്യൂസ് കിട്ടി, കേരളത്തിലെ ദൈവമക്കളുടെ സ്ഥിതി തീരെ മോശമാണ്. അങ്ങനെ കരയുന്ന വല്ലവരും ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. ദൈവജനത്തിൻ്റെ ദുഃഖകരമായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് കേട്ടിട്ട് ഹൃദയത്തിന് വേദന ഉണ്ടാകാത്ത ആളുകളൊക്കെ വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടവരാണോ, ദൈവത്തെ സ്നേഹിക്കുന്നവരാണോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നതല്ല, നല്ല ചോദ്യമാണ്. ഈ വാർത്ത കേട്ട് 6 മാസം കഴിഞ്ഞിട്ടാണ് രാജസന്നിധിയിലെ നെഹമ്യാവ് ചെന്നത്. അങ്ങനെ 6 മാസത്തിന് ഞാൻ നോക്കി. ഇസ്രായേലിലെ മക്കളുടെ അവരുടെ ഇസ്രായേൽ ജനത്തിൻ്റെ മാസങ്ങൾ എണ്ണി നോക്കിയപ്പോൾ 6 മാസം കഴിഞ്ഞാണ് ചെന്നത്. ഈ 6 മാസം കഴിഞ്ഞ് ചെന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് രാജാവ് നോക്കിയപ്പോൾ എന്താ കണ്ടത്? വാടിയിരിക്കും. ഇത് ഭാര്യ എത്താലും അപ്പൻ ചത്താലും അമ്മ എത്താലും കൊണ്ടിടക്കിയ രണ്ടാമത്തെ ദിവസം തുടങ്ങി നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കൂട്ടുകാർ ജോലിക്ക് പോകും, നമ്മൾ മറ്റു കാര്യങ്ങൾക്ക് ഒക്കെ പോയില്ല. നമ്മളെ ഒന്നും ബാധിക്കുകയൊന്നുമില്ല. നമ്മൾക്ക് വളരെ പ്രത്യാശയുള്ളവരല്ലേ. പുനരുദ്ധാനത്തിൻ്റെ നാളിൽ കാണാം എന്നുള്ള പ്രത്യാശയിൽ ഞാൻ കൊണ്ടടക്കി. ഇനി എനിക്കതേക്കുറിച്ച് ചിന്തിക്കാനേ ആവശ്യമില്ല. നെഹമ്യാവ് അങ്ങനെ ആയിരുന്നില്ല. ഒരു വാർത്ത കേട്ടിട്ട് 6 മാസം കഴിഞ്ഞിട്ടും ആ വാർത്ത ഉണ്ടാക്കിയ ഷോക്ക് ആ മുഖത്ത് കാണാനായിട്ട് കഴിഞ്ഞു.
രാജാവ് കണ്ടു, ഇത് ഹൃദയത്തിൻ്റെ വേദനയാണെന്ന് പറഞ്ഞു. നെഹമ്യാവ് പരമാവധി ദുഃഖം കാണിക്കാതിരിക്കാൻ ശ്രമിച്ചു കാണുമെന്ന്, പരമാവധി. കാരണം രാജകൊട്ടാരത്തിൽ നിയമം ഉണ്ടായിരുന്നു, രാജാവിൻ്റെ കൊട്ടാരത്തിൽ ആരുടെയും മുഖം വാടിയിരിക്കാൻ പാടില്ല, തലപോകുന്ന ഇടപാടാണ്. എന്ന് മാത്രമല്ല, പാനപാത്രവാഹകൻ്റെ മുഖം വാടിയിരിക്കുമ്പോൾ രാജാവ് മനസ്സിലാക്കുന്ന ഹൃദയത്തിൽ എന്തോ കാര്യങ്ങൾ ഒളിച്ചു വെച്ചിട്ടുണ്ട്, അത് മുഖത്ത് പ്രകടമാകുക. ഇത് കേട്ട് ഭയപ്പെട്ടു പോയെന്നാണ് പറഞ്ഞത്. അവിടെ എങ്ങനെ വായിക്കുന്നത്? രാജാവിൻ്റെ വാക്ക് കിട്ടി ഞാൻ ഭയപ്പെട്ടു പോയി, ഭയങ്കര ഭയം വന്നു. എന്താ ഇനി സംഭവിക്കാൻ പോകുന്നത്? അതെ, ദൈവജനത്തിൻ്റെ ദുഃഖകരമായിരിക്കുന്ന സ്ഥിതി കേട്ടാൽ നമ്മുടെയും ഹൃദയത്തിന് വേദന ഉണ്ടാകണം കേട്ടോ. വേദന ഉണ്ടായില്ലെങ്കിൽ നമുക്ക് എന്തോ കാര്യമായ ഒരു സ്ഥിതിയാണുള്ളത്. രസകരമായിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്, ഈ രാജാവിനോട് ഉത്തരം കൊടുത്തു. എങ്ങനെയാണ് ഉത്തരം കൊടുത്തതെന്നറിയാമോ? രാജാവ് നിൻ്റെ മുഖം പാടിയിരിക്കുന്നത് എന്ത്? രാജാവ് എന്നോട് നിൻ്റെ മുഖം പാടിയിരിക്കുന്നത് എന്ത്? നിനക്ക് ദീനമൊന്നുമില്ലല്ലോ, ഇത് മനോദുഃഖമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഏറ്റവും ഭയപ്പെട്ട രാജാവിനോട്, രാജാവ് ദീർഘായുസായിരിക്കട്ടെ, എനിക്ക് രാജാവിനെ കൊല്ലാൻ പ്ലാനൊന്നുമില്ല, അങ്ങ് ദീർഘകാലം ജീവനോടിരിക്കട്ടെ, എന്നിട്ട് പറഞ്ഞു, എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം ശൂന്യമായും അതിൻ്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കെ എൻ്റെ മുഖം വാടാതെ ഇരിക്കുന്നത് എങ്ങനെ? അങ്ങനെയാണ് രാജാക്കന്മാരുടെ ഉത്തരം പറയുന്നത്. നിൻ്റെ മുഖം വാടിയിരിക്കുന്നത് എങ്ങനെ? പിന്നെ വാടാതിരിക്കുന്നത് എങ്ങനെ? വാടാതിരിക്കുന്നത് എങ്ങനെയാന്ന്? എന്താ വാടാതിരിക്കുന്നത്? എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള സ്ഥലം ഇടിഞ്ഞു കിടക്കുന്നു, എൻ്റെ സഹോദരന്മാർ ദുഃഖാവസ്ഥയിലായിരിക്കുന്നു. അത് കേട്ടാൽ എൻ്റെ മുഖം എങ്ങനെയാണ് രാജാവേ വാടാതിരിക്കുന്നത്? നമ്മുടെ മുഖത്തിനൊരു വാട്ടം വരില്ല. ഇതൊന്നും നമ്മെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. നമുക്ക് നമ്മുടെ ബിസിനസ്, നമ്മുടെ കൃഷി, നമ്മുടെ ജോലി, നമ്മുടെ പിള്ളേർ, അവരുടെ കല്യാണം, അവരുടെ വിദ്യാഭ്യാസം, അതുമായിട്ട് മുന്നോട്ട് പോകണം. അതൊക്കെ ഇടിഞ്ഞ് കിടക്കട്ടെ, ആരെങ്കിലും പണിയുണ്ട്. എനിക്കെന്താ? നിങ്ങൾ അങ്ങനെ ഒരാളാണെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടാലൊന്നും ഞാൻ പറയുന്നില്ല, അത്രയും കിടക്കുകയൊന്നും ഞാൻ പറയില്ല. കാരണം ഞാൻ പറഞ്ഞാൽ പിന്നെ കർത്താവിൻ്റെ നാളിൽ ഞാൻ ഉത്തരം കൊടുക്കണ്ടേ. ഞാൻ നിങ്ങൾ രക്ഷിക്കപ്പെട്ടാലെന്ന് പറയും, അവിടെ ചെല്ലുമ്പോൾ നിങ്ങളോട് വന്നിരിക്കുകയും ചെയ്താൽ ഞാനെന്ത് ചെയ്യും? അപ്പം ചോദിക്കത്തില്ലേ? നിങ്ങൾ തന്നെ ചോദിക്കില്ല, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടാലെന്ന് പറഞ്ഞ് ഞങ്ങൾ വന്നല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല. പക്ഷേ ഞാൻ പറയും, നിങ്ങൾക്കെന്തോ അടിസ്ഥാന പ്രശ്നമുള്ള ദൈവമക്കളാണ്. ദൈവജനത്തിൻ്റെ ദുസ്ഥിതിയിൽ ദുഃഖിക്കുവാൻ കഴിയാത്തവർക്ക് അടിസ്ഥാനമായി പ്രയാസമുള്ള ആളുകൾ, ജഡികന്മാരായ ആളുകളാണെന്ന് ഞാൻ പറയും. നിങ്ങളെ ദുഃഖിപ്പിച്ചിട്ടുണ്ടോ? രാത്രി ഉറങ്ങാതെ ഇരുന്നിട്ടുണ്ടോ? ആ സഭയുടെ സ്ഥിതി കേട്ടിട്ട്, അവിടുത്തെ പ്രശ്നങ്ങൾ അറിഞ്ഞിട്ട്, ദൈവജനത്തിൻ്റെ സ്ഥിതി ഓർത്തിട്ട് നിങ്ങൾ കരഞ്ഞ് ആഹാരം കഴിക്കാതെ, നിങ്ങൾ രാത്രി ഉറങ്ങാതെ നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടോ? അതെ. ഈ സർജന്മാരെ പറ്റി ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ പോസ്റ്റ്മോർട്ടവും അല്ലെങ്കിൽ ഈ ഓപ്പറേഷനും എല്ലാം നടത്തിയേച്ച് അവർ അതിനിടയിൽ ഒരു ചായ എടുത്ത്, അവർ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചായ എടുത്ത് കുടിക്കും, ഒരു ബിസ്ക്കറ്റ് എടുത്ത് കഴിക്കുകയും ചെയ്യും. എങ്ങനെ ഇവർക്ക് ഇത് കഴിയുമെന്ന്? അല്ല, ഒരു മനുഷ്യനെ വെട്ടിക്കീറിക്കൊണ്ടിരിക്കുമ്പോഴേ അത് അവർക്ക് കഴിയും. കാരണം അവർ വേറൊരു മാനസികാവസ്ഥയിലേക്ക് വന്നു. ഇറച്ചി വാങ്ങാൻ വല്ലപ്പോഴും കശാപ്പുകാരനൊക്കെ ചെല്ലുമ്പോഴായിരിക്കും അവൻ്റെ ആളുകൾ അവന് ചായ കൊണ്ട് വരുമ്പോൾ, അപ്പോൾ അവൻ ചോദിക്കും, സാറേ ചായ? ഞാൻ വേണ്ട, ഈ ഇറച്ചി വെട്ടുന്നില്ല, ചോരയിലാണ് തെറിക്കുന്നത്, ചായ കുടിക്കത്തക്ക ഒരു മാനസികാവസ്ഥയിൽ അല്ല. ഞാൻ ചോദിച്ചതിന് വളരെ നന്ദി, മെയിൽ അങ്ങനെ ചോദിക്കാതിരുന്നാൽ കൂടുതൽ നന്ദി. ഞാനൊക്കെ ഒരു മാനസികാവസ്ഥ വേണം എന്ന് പറഞ്ഞതുപോലെയാണ്. എങ്ങനെയുണ്ട് സഭയെന്ന് ചോദിക്കുമ്പോൾ, അത് കുറേ ജഡിയന്മാരായ ആളുകൾ അവർ ഞായറാഴ്ച വന്നു കൂടി ഏണ്ടൊക്കെ പറഞ്ഞ് പോകുന്നു കേൾക്കാം. ഞാനടങ്ങും പോകാറേയില്ല. സ്തോത്രം, പ്രൈസിലോട്, നീ ഒരു ആത്മീയനായ മനുഷ്യനാണ് ഇല്ലേ? ഇല്ല, പോരാ. എന്ന് മാത്രമല്ല, എൻ്റെ ഒന്നാമത്തെ സെഷൻ കഴിയാനുള്ള സമയമാണ്. എനിക്ക് സമയം സൂക്ഷിക്കുന്നതിൽ കൃത്യത ഉണ്ട്. ഈ ന്യൂസ് കേട്ടപ്പോൾ അതിനാരെയാണ് നെഹമ്യാവ് കുറ്റം പറഞ്ഞത്? 1-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നെഹമ്യാവ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച് കേട്ട് 4-ാമത്തെ വാക്യത്തിൽ, സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ച് പറഞ്ഞത് എന്തെന്നാൽ, എന്നിട്ട് അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ പറയാണ്, നിൻ്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിൻ്റെ മുൻപാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയൻ്റെ പ്രാർത്ഥന കേൾക്കണം. ജനത്തിൻ്റെ പാപം ആരാ ഏറ്റുപറയുന്നത്? നെഹമ്യാവാണ് ഏറ്റുപറയുന്നത്. നെഹമ്യാവിന് വേണേൽ പറയാം, കുറേ എണ്ണം ഉണ്ടായിട്ടുണ്ടായിരുന്നു, അപ്പന്മാരും വലിയപ്പന്മാരും കൊണ്ട് കൊള്ളിക്കരുതെല്ലാം ചെയ്ത് ദേശവും കളഞ്ഞു, ദൈവാലയവും കളഞ്ഞു, എല്ലാം കളഞ്ഞു. അങ്ങനെയല്ല പറഞ്ഞത്.
ഞങ്ങൾ പാപം ചെയ്യുന്നു. ദൈവജനത്തിൻ്റെ കുറ്റം ഏറ്റെടുക്കുവാൻ മനസ്സില്ലാത്ത ഒരുത്തനും ഒരാത്മീയ ഹൃദയമുള്ളവൻ അല്ല. നമ്മൾ പാപം ചെയ്തില്ല. നെഹമ്യാവ് ഒരു പാപം ചെയ്തില്ല ഞാൻ വിചാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നെഹമ്യാവിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ പാപങ്ങൾ കാണും, ചിന്തയിലെ പാപങ്ങൾ കാണും. പക്ഷേ ഈ യെരൂശലേമിലെ ദൈവാലയം നശിപ്പിച്ച് കളയാൻ കാരണമായ ഒരു പാപം ആരും ചെയ്തിട്ടില്ല, നെഹമ്യാവ് ചെയ്തിട്ടില്ല. കാരണം താൻ എവിടെയാണ് ജനിച്ചത്? ഈ പ്രവാസത്തിലാണ് ജനിച്ചത്. പക്ഷേ താൻ എന്താ പറയുന്നറിയാമോ? താൻ പറയുന്നത് ഇസ്രായേൽ മക്കളായ ഞങ്ങൾ തന്നെ ഉൾപ്പെടെ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയൻ്റെ പ്രാർത്ഥന. അതാണ് ഒരു യഥാർത്ഥ ദൈവപൈതലിൻ്റെ സ്ഥിതി. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ആരെയെങ്കിലും കുറ്റം പറഞ്ഞ് ഒഴിയാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അങ്ങനെ അവനൊറ്റ ഒരുത്ത മുഖാന്തരം ഇത് വന്ന്, അവനൊറ്റ ഒരുത്ത മുഖാന്തരം ഇത് വന്ന്, അറ്റ ഒരുത്ത മുഖാന്തരം ഇത് വന്നെന്ന് പറയും. ആയിരിക്കും, അവൻ മുഖാന്തരമായിരിക്കും, എനിക്കറിയില്ല. പക്ഷേ കർത്താവെ, എൻ്റെ സഭയിലെ വിശ്വാസികൾ ഇങ്ങനെ ആയിത്തീരാൻ കാരണം ഞാനാണ്. ഞാൻ അവർക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നില്ല, ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നില്ല, ഞാൻ അവരവരിപ്പോൾ വിസിറ്റ് ചെയ്യുന്നില്ല, അവരുടെ പാവങ്ങൾ ഞാൻ ഏറ്റു പറയുന്നില്ല. ഞാനാണ് കാരണക്കാരൻ, അവരല്ല കാരണക്കാരൻ. നമ്മൾ സ്വയനീതിക്കാരും മറ്റുള്ളവരെ കുറ്റം പറയുന്നവരുമാണ്. നെഹമ്യാവ് അങ്ങനെ ആയിരുന്നില്ല. സ്വയം കുറ്റം ഏറ്റെടുക്കുന്നവനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവനുമായിരുന്നു. അങ്ങനെയുള്ള ആളുകളെയാണ് ഇന്നും ദൈവത്തിന് വേണ്ടത്. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അവിടെ എവിടെയും. അതുകൊണ്ടാണല്ലോ ക്രിസ്തീയ മാർഗം ഇങ്ങനെയെങ്കിലും മുന്നോട്ട് പോകുന്നത്. അതെ, നെഹമ്യാവിന് പാപം ഏറ്റെടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ മാനസികം പറഞ്ഞാൽ നെഹമ്യാവ് ഒന്നും ചെയ്തില്ല. നെഹമ്യാവ് പറയാം, കർത്താവേ, അതിന് എനിക്ക് യാതൊരു പങ്കുമില്ല, ഞാൻ ഈ പ്രവാസത്തിൽ ജനിച്ച ഒരാളാണ്, ഞാൻ ഈ പ്രവാസി എനിക്ക് ഞാൻ ചെയ്തൊരു പാപ നിമിത്തം ഇസ്രായേലിൽ ഒരു മനുഷ്യനും ഒരു ദോഷവും വന്നിട്ടില്ല. അതൊക്കെ എൻ്റെ അപ്പന്മാർ ചെയ്തിട്ടുള്ള പാപങ്ങളാണ്. നീ അവരെ ശിക്ഷിച്ചു, നീ നീതിയുള്ളവനാണ്. ആമേൻ. അതായിരുന്നില്ല നെഹമ്യാവിൻ്റെ പ്രാർത്ഥന. നെഹമ്യാവ് കരഞ്ഞ് വളരെ ദുഃഖത്തോടുകൂടെ താനെ പറഞ്ഞു. ഇനി എന്ന് മാത്രമാണ് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്തോ ഒരു ദൈവഭയമുള്ള ഒരു മനുഷ്യരായിരുന്നു നെഹമ്യാവെന്നറിയാമോ? 5-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. നെഹമ്യാവിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. നമ്മൾ ഇതേക്കുറിച്ചൊക്കെ പിന്നെ ചിന്തിക്കുന്നതാണ്. അവിടെ നാം വായിക്കുന്നത്, ഞാൻ ഈ മതിലിൻ്റെ വേലയിൽ തന്നെ ഉറ്റിരുന്നു, ഞങ്ങൾ ഒരു നിലവും വിലയ്ക്ക് വാങ്ങിയില്ല. എൻ്റെ ഭൃത്യന്മാരൊക്കെയും ഈ വേലയിൽ ചേർന്ന് പ്രവർത്തിച്ചു വന്നു. യഹൂദന്മാരും പ്രമാണികളുമായ 150 പേരല്ലാതെ ചുറ്റുമുള്ള ജാതികളിൽ നിന്ന് ഞങ്ങളുടെ അടുക്കൽ വന്നവരും എൻ്റെ മേശകൾ ഭക്ഷണം കഴിച്ചു പോന്നു. എനിക്ക് ഒരു ദിവസത്തേക്ക് ഒരു കാളയും വിശേഷമായ 6 ആടിനെയും പാകം ചെയ്യും, പിന്നെ പക്ഷികളെയും പാകം ചെയ്യും. 10 ദിവസത്തിലൊരിക്കൽ സകലവിധ വീഞ്ഞും ധാരാളം കൊണ്ടുവരും. ഇങ്ങനെയൊക്കെയും വേണ്ടിയിരുന്നിട്ടും ഈ ജനം പെടുന്ന പാട് കഠിനമായിരുന്നതിനാൽ ദേശാധിപതിക്കുള്ള അഹോവൃത്തി ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. എൻ്റെ ദൈവമേ, ഞാൻ ഈ ജനത്തിനു വേണ്ടി ചെയ്തു നോക്കുകയും എൻ്റെ നന്മയ്ക്കായിട്ട് ഓർക്കണമേ. അതിന് മുൻപിലത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, നെഹമ്യാവ് ദേശാധിപതി ആകുന്നതിന് മുമ്പ് അവിടെ ദേശാധിപതികളായിരുന്ന യഹൂദന്മാർ ഉൾപ്പെടെ, ബത്ശേസർ ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന ആളുകൾ 40 ശേക്കൽ മാസം തോറും ശമ്പളമായിട്ട് മാറും. കൂടാതെ അവർ അലവൻസ് വാങ്ങും, അവിടെ ചെലവിനുള്ള കാശ് വാങ്ങും, ഇതെല്ലാം വാങ്ങും. നെഹമ്യാവ് 12 വർഷം ഗവർണറായിരുന്നു. 10 പൈസ പോലും താന് ശമ്പളം വാങ്ങിയില്ല. പിന്നെ എങ്ങനെയാണ് ജീവിച്ചത്? പേർഷ്യൻ സാമ്രാജ്യത്തിൽ ജോലി ചെയ്തപ്പോൾ ഉണ്ടാക്കിയ കാശ് ഇവിടെ കൊണ്ടുവന്ന് ചിലവാക്കി. തൻ്റെ ചിലവിന് വേണ്ടി മാത്രമല്ല, പിന്നെ ആ ജനത്തിൻ്റെ എല്ലാം കടം വീട്ടാനും അവരെ എല്ലാം വീണ്ടെടുക്കാനും തൻ്റെ ഔദ്യോഗിക സ്ഥാനത്ത് ഗവർണർ എന്ന നിലയിൽ തനിക്ക് ഒരു ദിവസം എത്ര പേരെ തന്നെ ആഹാരം കഴിക്കാൻ ഉണ്ടായിരുന്നാണ് പറഞ്ഞത്? എത്ര പേര്? തൻ്റെ മേശയിൽ ദിനംപ്രതി ഭക്ഷിച്ചു വന്നിരുന്ന 150-ലധികം യഹൂദന്മാർ, പിന്നെ അടുത്ത രാജ്യങ്ങളിൽ നിന്ന് വരുന്നതായിരിക്കുന്ന രാജാക്കന്മാർ, പ്രതിനിധികൾ, ഉദ്യോഗസ്ഥന്മാർ, ഇത്രയും ആളുകളെ, ഓരോ കാളയും 12 ആടും 6 ആടും 100 കണക്കിന് കോഴിയും താറാവും കാടയും ഇതെല്ലാം വേണ്ടി ഇത്രയധികം വേണ്ടി ഇരുന്നിട്ട് പറഞ്ഞു, വേണ്ട, എനിക്ക് ശമ്പളം വേണ്ട, കാരണം ഈ പാവപ്പെട്ട സഹോദരന്മാരുടെ പിരിച്ചു വേണം ശമ്പളം വാങ്ങാൻ, എനിക്കത് വേണ്ടത്. ദൈവത്തിൻ്റെ വേല പണത്തിന് വേണ്ടിയും സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയും ചെയ്യുന്ന ഒരുപാട് ദൈവദാസന്മാരുണ്ട്. നെഹമ്യാവ് പറഞ്ഞ്, ഞാൻ താനായിട്ട് തന്നോട് കൂടെ ഉള്ളവരായിട്ട് നിലം വാങ്ങിയില്ല. ഒരു 5 സെൻറ്റ് സ്ഥലം, ഒരു വീട് പണിയാൻ വാങ്ങിയില്ല. ഒരു 5 സെൻറ്റ് സ്ഥലം കിട്ടിയ കാശ് മുഴുവനും ദൈവജനത്തിന് വേണ്ടി ചിലവാക്കി. അങ്ങനെയുള്ള നേതാക്കന്മാരെയാണ് ദൈവം വേണ്ടത്. ഇന്ന് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വന്നിട്ട് പണ്ടാർ പറഞ്ഞ പോലെ, ഭിക്ഷക്കാർ പറഞ്ഞ പോലെ, നമ്മൾ ഈ പണി നോക്കിയില്ലായിരുന്നു തെണ്ടിപ്പോയെന്ന് പറഞ്ഞ പോലെ, ഏതാ
തെണ്ടികളാണെങ്കിലും അവർ പറഞ്ഞു, കയ്യിൽ കാശെണ്ണീട്ടാണ് പറഞ്ഞത്, ഈ പണി നോക്കിയില്ലായിരുന്നു തെണ്ടിപ്പോയി. ഉപദേശിമാരും പറയുന്നത് അതാണ്, ഈ പണി നോക്കിയില്ലായിരുന്നെങ്കിൽ നമ്മൾ തെണ്ടിപ്പോയിന്. ഏതാ അതെ, ശരിയല്ല, അങ്ങനെ ശരിയല്ല. ദൈവമക്കൾ, കർത്താവിൻ്റെ വേലക്കാരും കാശ് വാങ്ങരുത്, ഭൂമി വാങ്ങരുതെന്നൊന്നും ഞാൻ പറയില്ല. ഞാനും വാങ്ങി 2 സെൻറ്റ് സ്ഥലം എന്നെ കുഴിച്ചിടാനായിട്ട് വാങ്ങിയിട്ടുണ്ട് ഈരാറ്റുപേട്ടയിൽ. അതല്ല ഒന്നും ഞാൻ ഈ ലോകത്തിൽ വാങ്ങിയിട്ടില്ല. 19 വർഷം കർത്താവിനെ സേവിച്ചു. 2 സെൻറ്റ് സ്ഥലം അവിടെ ഈരാറ്റുപേട്ട സഭയ്ക്ക് വേണ്ടി വാങ്ങിയപ്പോൾ 5 സെൻറ്റ് കുറച്ച് കൊടുക്കില്ല എന്ന് ഉടമസ്ഥൻ പറഞ്ഞു. സഭയ്ക്ക് വാങ്ങാൻ 3 സെൻറ്റുള്ള കാശേ ഉള്ളൂ. ശരി, ഞാൻ പറഞ്ഞു 2 സെൻറ്റ് ഞാൻ വാങ്ങിക്കോളാം. അങ്ങനെ 5 സെൻറ്റ് ഒരുമിച്ച് വാങ്ങി. അതിൽ 2 സെൻറ്റുണ്ട്. മിക്കവാറും എന്നെ അവിടെ ആയിരിക്കും കുഴിച്ചിരുന്നത്. കുറച്ച് ദൂരം വരണമെന്ന് പറഞ്ഞാലും അല്ലേ, സ്വന്തം വാറിൻ്റെ മണ്ണി കുഴിച്ചിരുന്നൊരു സുഖമില്ലേ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ സ്വത്ത് സമ്പാദിക്കാനും അല്ലേ, ഓരോരുത്തരൊക്കെ ബാങ്ക് അക്കൗണ്ട് എടുത്ത് നോക്കണം എത്ര രൂപ ഉണ്ടെന്ന്. കർത്താവിന് വേലയ്ക്ക് വേണ്ടി വന്നിട്ട് എന്തുമാത്രം സ്ഥലങ്ങൾ എവിടെയെല്ലാം വാങ്ങിയിട്ടുണ്ട്, കെട്ടിടങ്ങൾ പണിയിപ്പിച്ചിട്ടുണ്ട്. എടുത്തു നോക്കണം. ഇതിനൊക്കെ കണക്ക് കൊടുക്കേണ്ടതാണ്. നെഹമ്യാവിനെ പോലെയുള്ള ദൈവിക മനുഷ്യർ വേണം നമുക്ക് കർത്താവിൻ്റെ വേല മുന്നോട്ട് പോകണമെങ്കിൽ, സഭ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ. അങ്ങനെയുള്ളവരില്ല എന്നുള്ളത് സങ്കടകരമായിരിക്കുന്നൊരു കാര്യമാണ്. നെഹമ്യാവിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നെഹമ്യാവ് എന്തൊരു മനുഷ്യൻ, എന്തൊരു മനുഷ്യൻ, ഒരു വലിയ മനുഷ്യൻ, പക്ഷേ ഒരു ചെറിയ മനുഷ്യൻ. യഹൂദന്മാർ കാണുമ്പോൾ അല്ലേ, ചിലരുടെ ദൃഷ്ടിയിൽ അവൻ ഏറ്റവും ഭോഷനായ മനുഷ്യനായിരുന്നു. എടാ, നീ അല്ലാതെ വേറെ വല്ലവരുമായെങ്കിൽ ഗവർണറായിട്ട് ശമ്പളം പോലും വാങ്ങാതെ എടാ അവിടെ സമ്പാദിച്ചതല്ല ഇവിടെ കൊണ്ട് ചിലവാക്കി, നിനക്ക് എന്തോ കിട്ടാനാ, നിൻ്റെ ഭാര്യയില്ലേ, മക്കളില്ലേ, അവർക്ക് വേണ്ടി നീ എന്തെങ്കിലും കരുതണ്ടേ അല്ലേ? അങ്ങനെയല്ലേ പറയുന്നത്. ഓരോരുത്തർക്കും ഇറങ്ങിക്കോളും. പണം ഉണ്ടാക്കി എല്ലാവരും നമ്മളെ അനുമോദിക്കുമില്ലയോ? പിന്നെ കെട്ടിടങ്ങൾ എല്ലാം പറഞ്ഞു കണ്ടില്ലേ. ഏതായാലും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോയിട്ട് ഒരു ദോഷവും വന്നില്ല. ഏതായാലും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോയിക്കൊണ്ട് ഒരു ദോഷവും വന്നില്ല. ദോഷം വരാനെന്നോ കർത്താവ് വേലയ്ക്ക് വേണ്ടി വിളിച്ചത്? അല്ലല്ലോ, അല്ല. അതൊന്നും പാപമാണെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ദൈവജനത്തിൻ്റെ ദുസ്ഥിതി മനസ്സിലാക്കി അത് പരിഹരിക്കാനായിട്ട് നമുക്കുള്ളതും സമയവും സ്വത്തും നമ്മുടെ ശാരീരിക ആരോഗ്യവും ബലവും കുടുംബത്തെയും ഒക്കെ ഉപയോഗിക്കുന്നവരെയാണ് ദൈവത്തിന് വേണ്ടത്. അങ്ങനെ ഒരാളായിരുന്നു നെഹമ്യാവ്. നെഹമ്യാവിനെ പോലെയുള്ള ചില ആളുകളെ ദൈവം നമുക്ക് തരട്ടെ. ദൈവത്തിന് നാമം മഹത്വപ്പെടുമാറാകട്ടെ.